അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ 1+2+3 എക്സെട്ര +30. 1, 2, 3 എന്താണ്? NL സംഖ്യകൾ, നാച്ചുറൽ നമ്പേഴ്സാണ്. അപ്പോൾ സം ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എന്താണ്? n+1/2 അല്ലേ? ഇവിടെ n-ന് പകരം എത്രയാണ്? 30 NL സംഖ്യകളാണ്. ആദ്യത്തെ 30 NL സംഖ്യ. അപ്പോൾ 30 × n+1 എന്താ? 31/2 എത്രയാണ്? 15. എന്ത് ചെയ്യാം? 15 × 31, 5, 1, 3, 5, 15, 45, 5, 6, 4 എത്ര കിട്ടി? 465. ആദ്യത്തെ 30 പദങ്ങളുടെ തുക 465. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. n-ാം പദം അഥവാ ബീജഗണിത രൂപം 2n+1 30 പദങ്ങളുടെ തുക കണ്ടുപിടിക്കാൻ. അപ്പോൾ എന്ത് ചെയ്യണം? S30 സമം എന്താണ്? n/2 × x1 + xn. xn-ന് പകരം ഇവിടെ എത്രയാണ്? 30. ഇവിടെ n-ന് പകരം എത്ര എടുക്കാം? 30. 30/2 എത്ര? 15. x1ഉം x30ഉം കണ്ടുപിടിക്കുക. ആദ്യ പദം 2 × 1+1 എത്രയാണ്? 3. 30-ാം പദം x30 2 × 30 എത്രയാണ്? 60 + 1 61. S30 സമം 15 × x1 എത്ര? 3 + 30 x30 61. 64 × 15 ചെയ്യുക. പൂജ്യം 6 9 എത്ര കിട്ടി? 960. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 6, 10, 14 എന്ന സമാന്തര ശ്രേണി പരിഗണിക്കുക. ഈ ശ്രേണിയുടെ ബീജഗണിത രൂപം എഴുതുക. ഈ ശ്രേണിയിലെ ആദ്യത്തെ എത്ര പദങ്ങൾ കൂട്ടിയാൽ 880 കിട്ടും? അപ്പോൾ ക്വസ്റ്റ്യൻ എന്താ? ആദ്യം തന്നെ ഇതിൻ്റെ ഓൾജിബ്രിക് ഫോം എഴുതുക, ബീജഗണിത രൂപം എഴുതുക. അതിന് വേണ്ടിയിട്ട് ബീജഗണിത രൂപം, പിന്നെ nth ടേം, n-ാം പദം, ഇത് എന്ത് ചോദിച്ചാലും എന്താണ് കണ്ടുപിടിക്കേണ്ടത്? nth ടേം xn ആണ് കണ്ടുപിടിക്കേണ്ടത്. xn കണ്ടുപിടിക്കാൻ എന്താ? dn + f - d. ഇവിടെ d എത്രയാണ്? പൊതുവ്യത്യാസം എത്രയാണ്? 10 - 6 എത്രയാണ്? 4. അപ്പോൾ പൊതുവ്യത്യാസം 4. ഇനി ആദ്യ പദം എത്രയാണ്? 6. ഇനി നമുക്ക് ബീജഗണിത രൂപത്തിൽ ഇത് കൊടുക്കാം. ഡിക്ക് പകരം 4 കൊടുത്തു, n-ന് n തന്നെ. എപ്പോഴും ബീജഗണിത രൂപം, അത് തുകയുടെ ബീജഗണിതമായാലും പദത്തിൻ്റെ ബീജഗണിതമായാലും അതിലെന്തുണ്ടാവും? ബീജഗണിത രൂപം എന്ന് പറഞ്ഞാൽ അതിലെന്തുണ്ടാവും? അതിൽ വേരിയബിൾ ഉണ്ടാവും, ലെറ്റർ ഉണ്ടാവും, n ഉണ്ടാവും. ആ n-ന് വിലയൊന്നും കൊടുക്കണ്ട, n തന്നെ ഇടാം. അപ്പോൾ dn എന്ന് പറഞ്ഞാൽ 4n + f 6 - 4 എത്ര കിട്ടി? 4n + 2. അപ്പോൾ ബീജഗണിത രൂപം എന്താ? 4n. ഇനി അടുത്തത് എന്താണ്? ഈ ശ്രേണിയിൽ ആദ്യത്തെ എത്ര പദങ്ങൾ കൂട്ടിയാൽ 880 കിട്ടും? അതായത് Sn എത്രയാണ്? 880 ആണ്. പക്ഷേ n എത്രയാണെന്ന് അറിയില്ല. എത്ര പദം കൂട്ടിയിട്ടാണ് ഈ 880 കിട്ടിയെന്നുള്ളത് അറിയില്ല. അപ്പോൾ അതിന് വേണ്ടി സമവാക്യം എന്താ? n/2 × x1 + xn. അതാണ് എത്ര? 880. ഇതിൽ നമുക്ക് അറിയാത്ത കാര്യം ഏതാ? n ആണ് അറിയാത്തത്. അപ്പോൾ അറിയണ കാര്യങ്ങളൊക്കെ കൊടുക്കുക. n/2 × x1-ന് പകരം എന്തെടുക്കാം? 6. xn-ന് പകരം 4n + 2 സമം 880. അതായത് എന്താ? n/2 6 + 2 എത്രയാണ്? 8. അപ്പോൾ ഇതിനെങ്ങനെ എഴുതാം? 4n + 8 എന്ന് എഴുതാം, സമം 880. ഇനി ഇവിടെ 4 ഉണ്ട്, ഇവിടെ 8 ഉണ്ട്. രണ്ടിലും കോമൺ ആയിട്ട് എന്തുണ്ട്? 4 ഉണ്ട്. അപ്പോൾ ഇവിടെ 4-നെ നമുക്ക് പുറത്തേക്ക് എടുക്കാം. ഇനി ബ്രാക്കറ്റിൻ്റെ അകത്ത് എന്താ ഉള്ളത്? 4n-ന്ന് 4 പുറത്തേക്ക് വന്നു, ബാക്കി n ഉണ്ട്. 8-ന്ന് 4 പുറത്തേക്ക് വന്നു, ബാക്കി എന്തുണ്ട്? 2 ഉണ്ട്, സമം 880. ഇതും വെട്ടിപ്പോയി, ബാക്കി എന്താ? 2n. 2n × n + 2 സമം 880. ഇതെങ്ങനെ ചെയ്യാം? ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ 2n × n എത്രയാണ്? 2n² + 2n × 2 എത്രയാണ്? 4n സമം 880. ഈ 3 ടേംസിലും എന്ത് കോമൺ ആണ്? 3 2 കോമൺ ആണ്. അപ്പോൾ ആ 2-നെ നമുക്ക് ഡിവൈഡ് ചെയ്ത് കളയാം. എല്ലാ ഇക്വേഷനെ മൊത്തത്തിൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? n² +
ഇവിടെ 2 പോയി, ബാക്കി എന്തുള്ള 2n. ഇനി 880-ൽ 2 പോയാൽ ബാക്കി എത്രയാണ്? 440. ഇനി ഇത് നമുക്ക് n ഇനി കണ്ടുപിടിക്കണം. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് നമുക്കൊരു രണ്ടാം കൃതി സമവാക്യമാണ് കിട്ടിയിരിക്കുന്നത്. n എന്ന വേരിയബിളിലെ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ കിട്ടി അല്ലേ. n² + 2n = 440 എന്നൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഇൻ n കിട്ടി. എക്സിന് പകരം ഇവിടെ n എന്നാണ്. അപ്പോൾ എന്നിൻ്റെ വില എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് ആദ്യം തന്നെ നമുക്കിതിന് വർഗപൂർത്തീകരണം, എന്താണ്, കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നമ്മളവിടെ എന്താ ചെയ്തിരുന്നത്? എക്സിൻ്റെ കോഎഫിഷ്യൻറ്റിൻ്റെ പകുതിയുടെ സ്ക്വയർ, അതായത് എന്താ, എക്സിൻ്റെ കൂടെയുള്ള നമ്പർ അതിൻ്റെ പകുതി എടുക്കുക, അതിൻ്റെ വർഗ്ഗം എടുക്കുക. അപ്പോൾ ഇവിടെ എക്സിന് പകരം എന്താ? എന്നിൻ്റെ കൂടെ ഏത് നമ്പറാണ് ഉള്ളത്? 2. അപ്പോൾ 2ൻ്റെ പകുതി എത്രയാ? 1. 1ൻ്റെ വർഗ്ഗം എത്രയാ? 1. അപ്പോൾ ഈ 1നെ ഈ സൈഡിലും ഈ സൈഡിലും ആഡ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? n² + 2n + 1 = 440 + 1 എത്രയാ? 441. അപ്പോൾ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? n + 1² അല്ലേ. a + b² എന്താണ്? a² + 2ab + b². ഇവിടെ എക്ക് പകരം എന്താ? n, ബിക്ക് പകരം എന്താ? 1. അപ്പോൾ ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? a² n². 2ab 2 × n × 1 എന്താ? 2n + b². b എന്താ അവിടെ? 1. അപ്പോൾ n + 1² എന്ത് കിട്ടി? 441. അങ്ങനെയാണെങ്കിൽ n + 1 എന്തായിരിക്കും? √441. എത്രയാണ് 441ൻ്റെ റൂട്ട്? 20 × 20 നമുക്കറിയാം എത്രയാ? 400. 21 × 21 എത്രയാണെന്ന് നോക്കിയേ. 21, 2, 4, 441. അപ്പോൾ n + 1 എത്ര കിട്ടി? n + 1 21 കിട്ടി. n എത്രയാ അപ്പോൾ? 21. ഈ 1നെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ -1 = 20. അപ്പോൾ എത്ര പദങ്ങളുടെ തുകയാണ് 880? 20 പദങ്ങളുടെ തുക. ഈ ഒരു ശ്രേണിയിലെ 20 പദങ്ങളുടെ തുക എടുത്തു കഴിഞ്ഞാൽ എത്ര കിട്ടും? 800. അടുത്ത ക്വസ്റ്റ്യൻ, 2, 5, 8 എന്ന സമാന്തര ശ്രേണിയിലെ പദമായത് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് സംഖ്യയാണ്? തന്നിരിക്കുന്ന സമാന്തര ശ്രേണി ഏതാ? 2, 5, 8. ഇതിലെ പദമായത് ചുവടെ തന്നിരിക്കുന്നവയിൽ ഏതാണെന്ന്. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? 2, 5, 8, അതായത് 3ൻ്റെ ഗുണിതങ്ങളിൽ നിന്ന് 1 കുറച്ചതാണ് അല്ലേ. 3 - 1 2. അടുത്തത് 3 × 2 എത്രയാണ്? 6. 6 - 1 ആണ് 5. അടുത്തത് എന്താ? 3 × 3 9ൽ നിന്ന് 1 കുറച്ചു 8. അടുത്തത് എന്തായിരിക്കും? 3 × 4 12ൽ നിന്ന് 1 കുറച്ചു 11 ആയിരിക്കും അടുത്തത്. അങ്ങനെ 3ൻ്റെ ഗുണിതങ്ങളിൽ നിന്ന് 1 കുറച്ചതാണ്. അപ്പോൾ ഈ തന്നിരിക്കണേൽ അങ്ങനെ ഒരു ഗുണിതം ഉണ്ടോ എന്ന് നോക്കിയേ. ഇവിടെ 32 നോക്കിക്കഴിഞ്ഞാൽ 3 × 11ൽ നിന്ന് 1 കുറച്ചതാണ് 32. 11 × 3 എത്രയാ? 33. -1 ചെയ്ത് എത്ര കിട്ടും? 32. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം xn = 4n + 1 ആണ്. ഈ ശ്രേണിയിലെ 10ാം പദത്തിനേക്കാൾ എത്ര കൂടുതലാണ് 15ാം പദം? എന്താ തന്നിരിക്കണത്? ബീജഗണിത രൂപം തന്നിട്ടുണ്ട് 4n + 1. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? d എത്രയാണെന്ന് അറിയാം അല്ലേ. എന്നിൻ്റെ കൂടെയുള്ള നമ്പർ ആയിരിക്കും പൊതുവ്യത്യാസം, കോമൺ ഡിഫറൻസ്. അപ്പോൾ d എത്രയാണ്? 4. പൊതുവ്യത്യാസം 4 ആണ്. അപ്പോൾ 10ാം പദത്തിൽ നിന്ന് 15ാം പദം കിട്ടാനായിട്ട് എന്ത് ചെയ്യണം? 10ാം പദത്തിൻ്റെ കൂടെ എത്ര കൂട്ടേണ്ടി വരും? 15ാം പദം കിട്ടാൻ വേണ്ടി 10ാം പദത്തിൻ്റെ കൂടെ എത്ര ആഡ് ചെയ്യണം? 15 - 10 എത്രയാ? 5 × d. d എത്രയാണെന്ന് നമുക്കിപ്പോൾ മനസ്സിലായി. എത്രയാ? 5 × 4. അപ്പോൾ എത്ര കൂട്ടണം? 10ാം പദത്തിനോട് കൂടി എത്ര കൂട്ടിയാലാണ് നമുക്ക് 15ാം പദം കിട്ടുക? 20. അപ്പോൾ ആൻസർ എത്രയാ? 20. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു സമാന്തര ശ്രേണിയുടെ 5ാം പദം 70ഉം 9ാം പദം 50ഉമാണ്. ഈ ശ്രേണിയിൽ സ്ഥാനം ഓരോന്നു കൂടുമ്പോൾ പദം എത്ര കുറയും? ഈ ശ്രേണിയിലെ എത്രാമത്തെ പദമാണ് 0?
എന്താണ് ഒരു അരിത്തമെറ്റിക് സീക്വൻസ്? അതിലെ 5th ടേം 70, 9th ടേം 50. അപ്പോൾ ഇത് കാണുമ്പോൾ അറിയാം 5-ാം പദം 70, 9th 9-ാം പദം 50. അപ്പോൾ പദങ്ങൾ സ്ഥാനം കൂടുന്തോറും പദങ്ങൾ കുറഞ്ഞാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പൊതുവ്യത്യാസം എന്തായിരിക്കും? ഒരു നെഗറ്റീവ് നമ്പർ ആയിരിക്കും അല്ലേ? അപ്പോൾ അതാണ് ഈ ശ്രേണിയിൽ സ്ഥാനം ഓരോന്ന് കൂടുമ്പോൾ പദം എത്ര കുറയും. ഇതിനെ വേറൊരു ഇതിലെന്ത് പറയാം? എന്താണ് പൊതുവ്യത്യാസം? ഈ ശ്രേണിയിലെ പൊതുവ്യത്യാസം എത്ര? അങ്ങനെയും ചോദിക്കാം. അതിന് പകരമായിട്ട് ചോദിച്ചിരിക്കുന്നതാണ് സ്ഥാനം ഓരോന്ന് കൂടുമ്പോൾ പദം എത്ര കുറയും. എന്താണ് പൊതുവ്യത്യാസമാണ്. പിന്നെ പദം കുറയാണ് ചെയ്യുക. കാരണം 5-ാമതിരിക്കുന്ന പദം 70, 9-ാമത്തെ പദം 70-നേക്കാളും ചെറുത് 50 ആണ്. അപ്പോൾ എന്താണ് പൊതുവ്യത്യാസം? നെഗറ്റീവ് നമ്പറാണ്. ഈ ശ്രേണിയിലെ എത്രാമത്തെ പദമാണ് 0? എന്താണ്? സീക്വൻസിലെ 2 ടേംസ് തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം അല്ലേ? 2 പദങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? പൊതുവ്യത്യാസം. എന്ത് ചെയ്താൽ മതി? പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം, ടേംസിൻ്റെ ഡിഫറൻസ് ഡിവൈഡഡ് ബൈ എന്താണ്? അതിൻ്റെ പൊസിഷൻ്റെ ഡിഫറൻസ്, സ്ഥാനങ്ങളുടെ വ്യത്യാസം. അപ്പോൾ പദങ്ങളുടെ വ്യത്യാസം ഏത് സ്ഥാനം? വലിയ സ്ഥാനം 9-ാം സ്ഥാനം. അപ്പോൾ 9-ാം സ്ഥാനത്തെ പദം മൈനസ് 5-ാം സ്ഥാനത്തെ പദം എത്രയാ? 70 ബൈ എന്താ? 9 മൈനസ് 5. ഇനി എന്ത് ചെയ്യണം? 50-ൽ നിന്ന് 70 കുറയ്ക്കാൻ പറ്റില്ല. അപ്പോൾ 70-ൽ നിന്ന് 50 കുറച്ച് 70-ൻ്റെ ചിഹ്നം കൊടുക്കുക. അപ്പോൾ എന്താണ്? 70-ൽ നിന്ന് 50 കുറച്ചാൽ 20. 70-ൻ്റെ സൈൻ എന്താ? നെഗറ്റീവ്. അപ്പോൾ മൈനസ് 20 ബൈ 9 മൈനസ് 5 എത്രയാ? 4. അപ്പോൾ എത്ര കിട്ടും? 20-ൽ 4 എത്ര വട്ടം? 5 വട്ടം. -5. അപ്പോൾ പൊതുവ്യത്യാസം എത്ര കിട്ടി? -5. അപ്പോൾ ഇതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. എന്താണ്? പദങ്ങൾ ഓരോന്ന് കൂടുമ്പോൾ സ്ഥാനങ്ങൾ ഓരോന്ന് കൂടുമ്പോൾ പദം എത്ര വീതം കുറഞ്ഞുകൊണ്ടിരിക്കും? 5 വീതം കുറയും. അപ്പോൾ എത്ര വീതം കുറയും? 5 കുറയും. -5 കുറയും എന്ന് എഴുതരുത്, 5 കുറയും. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഈ ശ്രേണിയിലെ എത്രാമത്തെ പദമാണ് 0? അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം തന്നെ nth ടേം കണ്ടുപിടിക്കുക, xn കണ്ടുപിടിക്കുക. xn എങ്ങനെയാണ് കണ്ടുപിടിക്കുക? dn പ്ലസ് f മൈനസ് d. ഇവിടെ d നമുക്കറിയാം, പക്ഷേ f അറിഞ്ഞൂടാ. f എന്ന് പറഞ്ഞാൽ എന്താ? ആദ്യ പദം. അപ്പോൾ ഫസ്റ്റ് ടേം x1 കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? 5-ാമത്തെ പദത്തിൽ നിന്ന് എത്ര കുറയ്ക്കുക? 5-ാമത്തെ പദത്തിൽ നിന്ന് എത്രയാണ് കുറയ്ക്കേണ്ടത്? 5 മൈനസ് 1 എത്രയാ? 4. 4d കുറയ്ക്കുക. 5-ാമത്തെ പദം എത്രയാ? 70 മൈനസ് 4 ഇൻറ്റു d എത്രയാ? -5. ഇവിടെയും നെഗറ്റീവ് ഇവിടെയും നെഗറ്റീവ് വരുമ്പോൾ ഇതെന്താവും? പോസിറ്റീവ്. അപ്പോൾ 70 പ്ലസ് 20 സമം 90. അപ്പോൾ ആദ്യ പദം നമുക്ക് എത്ര കിട്ടി? 90 കിട്ടി. ഇപ്പോൾ നമുക്ക് nth ടേമിലേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ കിട്ടി. dn എന്നുള്ളതിന് പകരം ഡിക്ക് പകരം എന്ത് കൊടുക്കുക? 5. ഇനി x1 അഥവാ f എത്രയാണ് കിട്ടിയത്? 90. 5n പ്ലസ് f മൈനസ് d. 90 മൈനസ് d എത്രയാ? -5. ഈ നെഗറ്റീവ് തെറ്റിക്കാൻ പാടില്ല. ഇവിടെ ഒരു നെഗറ്റീവ് ഉണ്ട്, പക്ഷേ ഈ നെഗറ്റീവ് എന്തിൻ്റെയാണ്? ഈ ഡിയുടെ വിലയാണ് -5. അപ്പോൾ ഇവിടെയും നെഗറ്റീവ് കൊടുക്കുക. അപ്പോൾ എത്ര കിട്ടി? -5n. 90 ഈ 2 നെഗറ്റീവും വരുമ്പോൾ അതെന്തായി മാറി? ഇത് രണ്ടും കൂടിയാവുമ്പോൾ ഇത് പോസിറ്റീവായി. 90 പ്ലസ് 5 എത്രയായി? 95. ഇതിൽ നിന്ന് എന്താ കിട്ടിയത്? nth ടേം, അതായത് ഓൾജിബ്രിക് ഫോം ഓഫ് ദ ടേം കിട്ടി. ഇനി നമുക്ക് ഇതാണ് ഈക്വൽ ടു എന്ത് കണ്ടുപിടിക്കേണ്ടത്? 0 ആയിട്ട്. അപ്പോൾ എത്രാമത്തെ ടേം? n ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ ഒരു ശ്രേണിയിലെ പദങ്ങളെല്ലാം ഏത് രൂപത്തിലിരിക്കുക? ഇങ്ങനത്തെ രൂപത്തിലാണ്. ഈ n എന്ന് പറയുന്നത് എന്താ? ആ ശ്രേണിയിലെ പൊസിഷൻസ് ആണ്, സ്ഥാനങ്ങൾ. 1-ാം പദം ആണെങ്കിൽ n-ന് 1 കൊടുക്കുക, 2-ാം പദം കിട്ടാൻ n-ന് 2 കൊടുക്കുക. അങ്ങനെ നമ്മൾ ഇതിലെ ഒരു പദം എത്രയാണ്? 0 ആണ്. പക്ഷേ അത് എത്രാമത്തെ പദമാണ് നമുക്കറിയില്ല. ഇതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? n കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ ഈ n-നെ നമുക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നാൽ എന്താവും? 5n = 95 ആവും അല്ലേ? 5n ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും? +5n. അപ്പോൾ 95 = 5n കിട്ടും. അത് തന്നെയാണ് എന്ത്? 5n = 95. അങ്ങനെയാണെങ്കിൽ n എന്താ? 95/5
5 95 എത്ര വട്ടം പോവും? 9 ഒരു വട്ടം, ബാക്കി 4 19. അപ്പോൾ എത്രാമത്തെ പദമാണ്? 0. 19th ടേം ഈസ് എന്ത്? 0. ഒരു സമാന്തര ശ്രേണിയുടെ രണ്ടാം പദം 5ഉം ആദ്യത്തെ 6 പദങ്ങളുടെ തുക 60 ആണ്. രണ്ടാം പദത്തിൻ്റെയും അഞ്ചാം പദത്തിൻ്റെയും തുക എത്രയാണ്? അഞ്ചാം പദം എത്രയാണ്? ആദ്യത്തെ 15 പദങ്ങളുടെ തുക എത്രയാണ്? ക്വസ്റ്റ്യൻ എന്തായിരുന്നു? രണ്ടാം പദം തന്നിട്ടുണ്ട് 5, പിന്നെ ആദ്യത്തെ 6 പദങ്ങളുടെ തുക തന്നിട്ടുണ്ട് 60. അപ്പോൾ ആദ്യത്തെ 6 പദം, 6 എന്ന് പറയുന്നത് എന്താണ്? ഈവൻ നമ്പേഴ്സാണ്. അപ്പോൾ നമ്മൾ എന്ത് നോക്കും? എത്ര പെയേഴ്സ് ഉണ്ട്? നമ്പർ ഓഫ് പെയേഴ്സ് എത്ര എണ്ണം ഉണ്ട്? 6 എണ്ണത്തിൽ എത്ര ജോഡികൾ വരും? 3 ജോഡികൾ വരും. ഇനി ജോഡീനെ എങ്ങനെയാണ് എടുക്കണ്ടേ? ഇവിടുത്തെ ജോഡി എടുക്കാനായിട്ട് ഏറ്റവും എളുപ്പമുള്ളൊരു മാർഗം ഞാൻ പറയാം. അതായത് എത്ര പദം ഉണ്ട്? 6 ഇരട്ട സംഖ്യയാണ്. അപ്പോൾ അതിൽ നമ്മൾ പെയേഴ്സാണ് എടുക്കുക. എങ്ങനെയാണ് എടുക്കുകയെന്ന് വെച്ചാൽ ഈ 6ഉം 1ഉം കൂടി കൂട്ടാം. 6 1 എത്രയാണ്? 7. ഇനി മൊത്തം 8 പദം ഉണ്ട് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ പെയേഴ്സ് എടുക്കുമ്പോൾ സ്ഥാനങ്ങൾ തമ്മിലുള്ള തുക എത്ര കിട്ടണം? 8 + 1 9 കിട്ടുന്ന ജോഡികൾ വേണം എടുക്കാൻ. മനസ്സിലായോ? അപ്പോൾ പദങ്ങളുടെ എണ്ണം എത്രയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ പദങ്ങളുടെ എണ്ണത്തിൻ്റെ കൂടെ എന്ത് കൂട്ടുക? +1 കൂട്ടിയിട്ട് ആ ഒരു തുക സ്ഥാനങ്ങൾ തമ്മിൽ കൂട്ടുമ്പോൾ കിട്ടുന്ന ആ ജോഡികളാണ് എന്ത്? നമ്മൾ ഈ ജോഡികളായിട്ട് എടുക്കുക. മനസ്സിലാവണുണ്ടോ? ഇപ്പോൾ ഇവിടെ 6 പദം. അപ്പോൾ ജോഡി എടുക്കുമ്പോൾ നമുക്കിങ്ങനെ ഇത് രണ്ടും ഒരു ജോഡി അങ്ങനെ എടുക്കാൻ പറ്റില്ല. എങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ? ഈ 6ഉം ഈ 1ഉം, 6 1 7. അപ്പോൾ എപ്പോഴും ഈ ലാസ്റ്റത്തെ പദം എത്രാമത്തെ പദമെന്ന് വെച്ചാൽ അതിൻ്റെ ആ സ്ഥാനവും പിന്നെ അതിൻ്റെ കൂടെ 1ഉം കൂടി കൂട്ടിയിട്ടുള്ള ആ ഒരു തുക കിട്ടുന്ന ജോഡികളാണ് എടുക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ 7 ആണ് തുക വരുന്നത്. 6ഉം 1ഉം 7. അപ്പോൾ ഏതൊക്കെ ജോഡി എടുക്കാം? മൂന്നാമത്തെ പദവും നാലാമത്തെ പദവും എടുക്കാം. 4 3 എത്രയാ? 7. അതുപോലെ രണ്ടാമത്തെ പദവും അഞ്ചാമത്തെ പദവും എടുക്കാം അല്ലേ? ഇനി ഒന്നാം പദവും 6ആം പദവും, ഈ 3 എണ്ണമാണ് ഈ 6 പദത്തിലെ 3 ജോഡികളായിട്ട് വരുന്നത്. കിട്ടിയില്ലോ? അപ്പോൾ ഇവിടെ നമുക്ക് എന്താ വേണ്ടത്? രണ്ടാം പദവും അഞ്ചാം പദവും തമ്മിലുള്ള തുക എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഈ 6 പദങ്ങളുടെ തുക തന്നിട്ടുണ്ട്. പദങ്ങളുടെ തുക അത് ഇരട്ട സംഖ്യയാണ് എണ്ണെന്നുണ്ടെങ്കിൽ പദങ്ങളുടെ തുക എന്തായിരിക്കും? ഏതെങ്കിലും ഒരു ജോഡിയുടെ തുക ഇൻറ്റു ജോഡികളുടെ എണ്ണം. അപ്പോൾ 6 പദങ്ങൾ ഉണ്ടെങ്കിൽ ജോഡികളുടെ എണ്ണം എത്രയായിരിക്കും? 3 ഇൻറ്റു ജോഡികളുടെ തുക, ഒരു ജോഡിയുടെ. അപ്പോൾ ഒരു ജോഡീനെ എങ്ങനെ എടുക്കും? ഇപ്പോൾ ഈ പറഞ്ഞ പോലെ 6 1 7. അതുപോലെ ഇനി അടുത്ത ജോഡി ഏതാ? 2ഉം 5ഉം 7. അപ്പോൾ ഇവിടെ നമുക്ക് 2 തന്നിട്ടുണ്ട്. നമുക്ക് 2ഉം 5ഉം കൂടി കൂട്ടിയിട്ടുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ 2ഉം 5ഉം എന്ത് തന്നെയാണ്? ഇതിലൊരു ജോഡിയാണ് അല്ലേ? 5 2 7 ആയതുകൊണ്ട് ഇത് ഒരു ജോഡിയായിട്ട് വരും. അത് എത്രയാണെന്നറിയാം? 60. മനസ്സിലായില്ല? പദങ്ങളുടെ തുക എന്ന് പറയണത് ജോഡികളുടെ എണ്ണം ഇൻറ്റു ഒരു ജോഡിയുടെ തുക. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? രണ്ടാം പദത്തിൻ്റെയും അഞ്ചാം പദത്തിൻ്റെയും തുക. അതാണ് ക്വസ്റ്റ്യൻ. 60 ഈ 3 ഇങ്ങോട്ട് വരുമ്പോൾ /3 എത്ര കിട്ടി? 20. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? അഞ്ചാം പദം എത്രയാണെന്ന്. രണ്ടാം പദം ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. രണ്ടാം പദം എത്രയാ? 5 + x 5 എത്രയാണെന്ന് ഇപ്പോൾ കണ്ടുപിടിച്ചു? 20. അങ്ങനെയാണെങ്കിൽ അഞ്ചാം പദം എത്രയാ? 20 - 5 = 15. കിട്ടിയാ? ഇത്രയും വരെ മനസ്സിലായില്ല? അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ആദ്യത്തെ 15 പദങ്ങളുടെ തുക, അതായത് S15 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 15 ആണ് നമ്പർ അല്ലേ? നമ്പർ ഓഫ് ടേംസ്, പദങ്ങളുടെ എണ്ണം 15, വിച്ച് ഈസ് ആൻ ഓഡ് നമ്പർ, ഒരു ഒറ്റ സംഖ്യയാണ്. അപ്പോൾ നമുക്ക് മധ്യപദം കണ്ടുപിടിക്കാം. എന്താ? 15 + 1/2 16/2 ഏതാ? 8. അപ്പോൾ 8th ടേം ആയിരിക്കും എന്ത്? മധ്യപദമായിട്ട് വരാം. ഇപ്പോൾ ഒറ്റ സംഖ്യകളാണ് എണ്ണെന്നുണ്ടെങ്കിൽ അതിൻ്റെ തുക കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? പദങ്ങളുടെ എണ്ണം എത്രയാ? 15 ഇൻറ്റു
മധ്യപദം ഏതാ? എട്ടാമത്തെ പദം x8 കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഇവിടെ 15 ഇൻറ്റു നമുക്ക് x8 അറിഞ്ഞൂടാ, എട്ടാം പദം അറിയില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് കണ്ടുപിടിക്കാം? നമുക്ക് പൊതുവ്യത്യാസം കണ്ടുപിടിച്ചിട്ട് രണ്ടാം പദത്തിൽ നിന്നോ അഞ്ചാം പദത്തിൽ നിന്നോ എട്ടാം പദം കണ്ടുപിടിക്കാം. പൊതുവ്യത്യാസം പദങ്ങളിൽ തമ്മിലുള്ള വ്യത്യാസം, അതായത് 15 - 5 ഡിവൈഡഡ് ബൈ സ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 5 - 2. 15 - 5 എത്രയാ? 10. 5 - 2 എത്രയാ? 3. അപ്പോൾ നമുക്ക് 10/3 കിട്ടി. ഇനി ഇതിൽ നിന്ന് നമുക്ക് എട്ടാം പദം കണ്ടുപിടിക്കാം. എട്ടാം പദം ഏതിൽ നിന്നാണെങ്കിലും കണ്ടുപിടിക്കാം. രണ്ടാം പദത്തിൽ നിന്ന് എടുക്കാം, അഞ്ചാം പദത്തിൽ നിന്നും എടുക്കാം. അപ്പോൾ നമുക്ക് എട്ടാം പദമാണ് കിട്ടേണ്ടത്. അഞ്ചാം പദത്തിൽ നിന്ന് എട്ടാം പദം കണ്ടുപിടിക്കാം. അഞ്ചാം പദത്തിൽ നിന്ന് എട്ടാം പദം കിട്ടാൻ എന്ത് ചെയ്താൽ മതി? അഞ്ചാം പദത്തിൻ്റെ കൂടെ 3D ആഡ് ചെയ്താൽ മതി. അപ്പോൾ എട്ടാം പദം കിട്ടാനായിട്ട് അഞ്ചാം പദം എത്രയാണ്? 15 പ്ലസ് 3 ഇൻറ്റു D എത്രയാ? 10/3. 3ഉം 3ഉം ക്യാൻസലായി. എന്ത് കിട്ടി? 25. 15 പ്ലസ് 10 25. എട്ടാം പദം എത്ര കിട്ടി? 25 കിട്ടി. ഇനി ആദ്യത്തെ 15 പദങ്ങളുടെ തുക കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 15 ഒറ്റ സംഖ്യ ആയതുകൊണ്ട് പദങ്ങളുടെ എണ്ണം ഇൻറ്റു മധ്യപദം. മധ്യപദം ഏതാ? എട്ടാം പദം x8 എത്രയാ? 15 ഇൻറ്റു എട്ടാം പദം എത്ര ഇപ്പോൾ കണ്ടുപിടിച്ചു? 25. അപ്പോൾ 15 ഇൻറ്റു 25 ചെയ്ത് നോക്കാം. $375. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 10 കൊണ്ട് ഹരിച്ചാൽ മിച്ചം 3 അല്ലെങ്കിൽ 8 കിട്ടുന്ന എണ്ണൽ സംഖ്യകളുടെ ശ്രേണി എഴുതുക. ഈ ശ്രേണിയിലെ ഏതു പദത്തിനെയും 5 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന മിച്ചം എന്താണ്? ഈ ശ്രേണി സമാന്തര ശ്രേണിയാണെന്ന് സമർത്ഥിക്കുക. 10 കൊണ്ട് ഹരിച്ചാൽ മിച്ചം 3 അല്ലെങ്കിൽ 8. അപ്പോൾ എന്ത് ചെയ്യണം? 10 ഇൻറ്റു 0 പ്ലസ് എന്ത് ചെയ്യാം? 3 എത്രയാ? 3. അടുത്തത് എന്താ? 10 ഇൻറ്റു 0 പ്ലസ് 8 മിച്ചം എത്രയാ? 8. അപ്പോൾ 8 എടുത്തു. ഇനി അടുത്തത് 10 ഇൻറ്റു 1 പ്ലസ് 3. 10 പ്ലസ് 3 എത്രയാ? 13. അടുത്തത് 10 ഇൻറ്റു 1 പ്ലസ് 8 എത്രയാ? 18. മനസ്സിലായില്ല? 10 കൊണ്ട് ഹരിച്ചാൽ മിച്ചം വരുന്നതെന്ന് പറഞ്ഞാൽ 10ൻ്റെ ഗുണിതങ്ങളുടെ കൂടെ 3ഉം 8ഉം കൂട്ടി എഴുതാം. ആദ്യത്തെ ഒരു ഗുണിതം എടുക്കുക, എന്നിട്ട് അതിൻ്റെ കൂടെ 3 കൂട്ടുക, പിന്നെ അടുത്ത അതേ ഗുണിതത്തിൻ്റെ കൂടെ 8 കൂട്ടുക, വീണ്ടും അടുത്ത ഗുണിതം എടുക്കുക, 3 കൂട്ടുക, അതേ ഗുണിതത്തിൻ്റെ കൂടെ 8 കൂട്ടുക. ഇനി അടുത്ത മൾട്ടിപ്പിൾ എടുക്കുക, 10 ഇൻറ്റു 2 പ്ലസ് 3 എത്രയാ? 10 ഇൻറ്റു 2 20 പ്ലസ് 3 23. 10 ഇൻറ്റു 2 20 പ്ലസ് 8 28. അടുത്തത് എന്തായിരിക്കും? 33. അടുത്തത് 38 അല്ലേ? അപ്പോൾ ഇതാണ് ശ്രേണി. ശ്രേണി എന്താണ്? ശ്രേണി ഇങ്ങനെ വരും: 3, 8, 13, 18, 23, 28 എക്സെട്ര. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഈ ശ്രേണിയിലെ ഏതു പദത്തിനെയും 5 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന മിച്ചം എന്താണ്? 5 കൊണ്ട് ഹരിച്ചാൽ എത്രയാ മിച്ചം കിട്ടുക? ഈ ഓരോ സംഖ്യേനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇതിനെങ്ങനെ എഴുതാം? 5 ഇൻറ്റു 0 പ്ലസ് 3. അപ്പോൾ ഇവിടെ എത്ര കിട്ടി? മിച്ചം 3 കിട്ടി. അതുപോലെ 8നെ 5 ഇൻറ്റു 1 പ്ലസ് 3 അല്ലേ? 13ന് എന്ത് എഴുതാം? 5 ഇൻറ്റു 2 പ്ലസ് 3. അപ്പോൾ ഇത്രയും ഭാഗം എന്താ? 5ൻ്റെ ഗുണിതങ്ങളാണ്. ഇത്രയും ഭാഗമാണ് അതിൽ മിച്ചം വരുന്നത്. അതായത് ഇപ്പോൾ ഒരു 28 എന്ന നമ്പർ എടുത്തിട്ട് 5 കൊണ്ട് ഗുണിച്ച് നോക്കുക. അപ്പോൾ ഹരിച്ച് നോക്കുക. അപ്പോൾ എത്ര വട്ടം പോവും? 25 വട്ടം. ബാക്കി മിച്ചം എത്ര കിട്ടും? 3. അപ്പോൾ ഈ ഒരു ശ്രേണിയിലെ ഏത് പദത്തിനെയും 5 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് മിച്ചം കിട്ടണത്? 3. അപ്പോൾ ഇവിടെ തോന്നണ ഒരു സംശയമാണ്, ഈ 3നെ 5 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ മിച്ചം 3 കിട്ടില്ലല്ലോ. 5 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ അവിടെ 3ൽ പോവില്ല. അപ്പോൾ എന്ത് ചെയ്യും? പോയിൻ്റ് ഇടും. അപ്പോൾ ഇവിടെ 0 ഇടും. അപ്പോൾ 6 30 കംപ്ലീറ്റ് ആയിട്ട് പോയി. അപ്പോൾ അതെങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് വെച്ചാൽ 5 ഇൻറ്റു 0 പ്ലസ് 3 ആണ് എന്ത്? 3. ആ ഒരു ലോജിക്കാണ് ഇവിടെ ഉപയോഗിക്കണുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു കാര്യം അവിടെ വിട്ടേക്ക്. നിങ്ങളെപ്പോഴും ടെസ്റ്റ് ചെയ്യുമ്പോൾ ഈ അറ്റത്തെ നമ്പർ ടെസ്റ്റ് ചെയ്യാണ്ട് ഈ ഇടയിലുള്ള ഏതെങ്കിലും നമ്പർ എടുത്തിട്ട് ഹരിച്ച് നോക്കുക.
ഇപ്പോൾ 23, 5 കൊണ്ട് എത്ര വട്ടം 4, 20, മിച്ചം എത്ര കിട്ടി 3. അടുത്ത ഭാഗം എന്താ? ഇതൊരു സമാന്തര ശ്രേണിയാണെന്ന് സമർത്ഥിക്കുക. ഇതൊരു സമാന്തര ശ്രേണിയാണ് അല്ലേ? ഇത് എന്താണ്? 5 കൊണ്ട് ഗുണിച്ചിട്ട് എത്ര മിച്ചം വരുന്നു? 3 മിച്ചം വരുന്ന സംഖ്യകളുടെ സമാന്തര ശ്രേണി അങ്ങനെയും പറയാം. അപ്പോൾ ഇത് സമാന്തര ശ്രേണിയാണ്, കാരണം ഈ ശ്രേണിയിലെ അടുത്തടുത്ത പദങ്ങൾ തമ്മിൽ എന്തുണ്ട്? പൊതുവായ വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് ഡി എത്രയാണ്? 8 - 3, അല്ലെങ്കിൽ 13 - 8, അല്ലെങ്കിൽ 18 - 13. ഇതൊക്കെ എന്താണ്? 5. അപ്പോൾ കോമൺ ഡിഫറൻസ് 5 ആണ്. ഇത് 5 കൊണ്ട് ഗുണിക്കുമ്പോൾ 3 ആണ് ശിഷ്ടം വരുന്ന സംഖ്യകളുടെ സമാന്തര ശ്രേണിയാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ എഴുതി വെച്ചാൽ മാത്രം പോരാ. ഇതിൽ പൊതുവ്യത്യാസം 5 ആണ്. പൊതുവ്യത്യാസം എന്തായാലും എഴുതണം. സമാന്തര ശ്രേണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് എന്ത്? അടുത്തടുത്ത പദങ്ങൾ തമ്മിൽ ഒരേ വ്യത്യാസത്തിലായിരിക്കും. അപ്പോൾ പൊതുവ്യത്യാസം എത്രയാണെന്നുള്ളത് കണ്ടുപിടിച്ച് എഴുതി വയ്ക്കുക. അതിനൊപ്പം തന്നെ എഴുതാം ഈ ശ്രേണിക്ക് ഒരു പേര് കൊടുക്കുക. എന്താ ഈ ശ്രേണി? 5 കൊണ്ട് ഹരിച്ചാൽ 3 മിച്ചം കിട്ടുന്ന ശ്രേണി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. താഴെ കൊടുത്തിരിക്കുന്ന സമാന്തര ശ്രേണികൾ നോക്കുക. ശ്രേണി 1 5, 8, 11. ശ്രേണി 2 4, 7, 10. ആദ്യത്തെ ശ്രേണിയിലെ പദങ്ങളെയെല്ലാം 3 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന മിച്ചം എത്രയാണ്? രണ്ടാമത്തെ ശ്രേണിയിലെ പദങ്ങളെയെല്ലാം 3 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന മിച്ചം എത്രയാണ്? ആദ്യത്തെ ശ്രേണിയിലെ പദങ്ങളുടെ എല്ലാം വർഗം രണ്ടാമത്തെ ശ്രേണിയിലെ പദങ്ങളാണെന്ന് തെളിയിക്കുക. തന്നിരിക്കുന്നത് ഏതൊക്കെ? ഫസ്റ്റത്തെ സീക്വൻസ് 1 5, 8, 11. സീക്വൻസ് 2 4, 7, 10. 2 ശ്രേണികൾ കിട്ടി. ഇനി എന്താ ക്വസ്റ്റ്യൻ? ആദ്യത്തെ ശ്രേണിയിലെ പദങ്ങളെയെല്ലാം 3 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന മിച്ചം എത്രയാ? 5നെ 3 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും? മിച്ചം എത്ര കിട്ടും? 2 അല്ലേ? 8നെ 3 കൊണ്ട് ഹരിച്ചാൽ 2 വട്ടം 6, ബാക്കി 2. മിച്ചം എത്രയാ? 2. അപ്പോൾ ആദ്യത്തെ ശ്രേണിയിലെ പദങ്ങളെ 3 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും? മിച്ചം 2 കിട്ടും. രണ്ടാമത്തെ ശ്രേണിയിലെ പദങ്ങളെ 3 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടാം? മിച്ചം 1 കിട്ടും അല്ലേ? അപ്പോൾ 10നെ 3 കൊണ്ട് ഹരിച്ചാൽ 3 വട്ടം പോവും, ബാക്കി 1. അപ്പോൾ എപ്പോഴും 1 മിച്ചം കിട്ടുന്നത്. അപ്പോൾ ആദ്യത്തെ ശ്രേണിയിലെ എത്രയാണ്? 3 കൊണ്ട് ഹരിച്ചാൽ മിച്ചം എത്ര കിട്ടും? റിമൈൻഡർ എന്താണ്? 2. ഏതിലാ? S1. ഇനി S2-ലോ? S2-ൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എന്ത് കിട്ടും? 1 ആണ് കിട്ടുക. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ആദ്യത്തെ ശ്രേണിയിലെ പദങ്ങളുടെ എല്ലാം വർഗം സ്ക്വയർ രണ്ടാമത്തെ ശ്രേണിയിലെ പദങ്ങളാണെന്ന് തെളിയിക്കുക. അതായത് ഫസ്റ്റ് സീക്വൻസിലെ ടേംസിൻ്റെയൊക്കെ സ്ക്വയർ സെക്കൻഡ് സീക്വൻസിലെ ടേംസ് ആയിട്ട് വരുമെന്ന് കാണിക്കണം. മനസ്സിലായല്ലോ? അപ്പോൾ ഫസ്റ്റ് സീക്വൻസിലെ ടേമിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും എന്താ എഴുതേണ്ടത്? nth ടേം കണ്ടുപിടിക്കുക. nth ടേം ഈക്വൽ ടു dn പ്ലസ് f മൈനസ് d. d എത്രയാ? വേഗം പറഞ്ഞേ. d എത്രയാ? 8 - 5 3. n പ്ലസ് f എത്ര? 5 മൈനസ് d എത്രയാ? 3. എത്ര കിട്ടി? 3n പ്ലസ് 5 മൈനസ് 3 എത്രയാ? 2. അപ്പോൾ ആദ്യത്തെ ശ്രേണിയിലെ പദങ്ങളെയൊക്കെ 3 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ ശിഷ്ടം എന്താ? 2 കിട്ടും അല്ലേ? ഇനി അടുത്തത് ഇതിൻ്റെ സ്ക്വയർ ഈ സെക്കൻഡ് സീക്വൻസിൽ ഉണ്ടോയെന്നാണ് നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ സ്ക്വയർ കാണണം. ഈ ഒരു nth ടേമിൻ്റെ ആദ്യത്തെ ശ്രേണിയിലെ പദങ്ങൾ ഏത് ഫോമിലാണ് ഉണ്ടാവുക? 3n പ്ലസ് 2 എന്ന ഫോമിലാണ്. അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കുക. ഇതിൻ്റെ സ്ക്വയർ എങ്ങനെയാണ് കാണുക? a പ്ലസ് b ദ ഹോൾ സ്ക്വയർ എന്താ? a സ്ക്വയർ. ഇവിടെ എക്ക് പകരം എന്താ? 3n. അപ്പോൾ 3n ദ ഹോൾ സ്ക്വയർ എന്താ? 9n സ്ക്വയർ പ്ലസ് 2 × a × b. ഇവിടെ എക്ക് പകരം 3n, ബിക്ക് പകരം 2. അപ്പോൾ 3 × 2 എന്താ? 6 × n × 2 എത്രയാ? 12. അപ്പോൾ 12n പ്ലസ് 2 സ്ക്വയർ എത്രയാ? 4. അപ്പോൾ 3n പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ എന്ത് കിട്ടി?
9n² പ്ലസ് 12n പ്ലസ് 4 കിട്ടി. ഇവിടെ വരെ മനസ്സിലായോ? അതായത് ആദ്യത്തെ ശ്രേണിയുടെ nth ടേം ബീജഗണിത രൂപം നമുക്ക് കിട്ടി. എന്താണ്? 3n പ്ലസ് 2. ആ ശ്രേണിയിലെ പദങ്ങളുടെ സ്ക്വയർ വർഗങ്ങൾ രണ്ടാമത്തെ ശ്രേണിയിൽ ഉണ്ടാവും എന്നാണ് കാണിക്കേണ്ടത്. അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്? ആദ്യത്തെ ശ്രേണിയിലെ പദങ്ങളുടെ ബീജഗണിത രൂപം nth ടേമിൻ്റെ സ്ക്വയർ എടുക്കുകയാണ് നമ്മൾ. ആ സ്ക്വയർ എവിടെ ഉണ്ടെന്ന് കാണിക്കണം? സെക്കൻഡ് സീക്വൻസിൽ രണ്ടാമത്തെ ശ്രേണിയിൽ ഉണ്ടെന്ന് കാണിക്കണം. അപ്പോൾ അതിൻ്റെ സ്ക്വയർ എടുക്കാനായിട്ട് എന്ത് ചെയ്യാണ്? 3n പ്ലസ് 2ൻ്റെ സ്ക്വയർ എടുക്കുകയാണ്. എന്താണ് 3n ഹോൾ സ്ക്വയർ? ഇനി 2 ഇൻറ്റു 3n ഇൻറ്റു 2 എത്രയാ? 12n പ്ലസ് 2 സ്ക്വയർ 4. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? ഈ 4നെ നമ്മൾ 3 പ്ലസ് 1 എന്ന് കാണിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട് ഇത് കാണിക്കണേ? രണ്ടാമത്തെ ശ്രേണിയിലെ പദങ്ങളുടെ പ്രത്യേകത എന്താ? രണ്ടാമത്തെ ശ്രേണിയിലെ പദങ്ങളെല്ലാം 3 കൊണ്ട് ഹരിച്ച് കഴിഞ്ഞാൽ ശിഷ്ടം എത്ര വരും? 1 വരും എന്നാണ് നമ്മൾക്ക് കിട്ടിയത്. ആണല്ലോ. രണ്ടാമത്തെ ശ്രേണിയിലെ പദങ്ങളൊക്കെ എങ്ങനെയാണ്? 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1 വരുന്ന പദങ്ങളാണ്. അപ്പോൾ രണ്ടാമത്തെ ശ്രേണിയിലെ പദങ്ങളുടെ ഇപ്പോൾ ബീജഗണിതം എടുത്ത് നോക്കിയാലും എന്ത് തന്നെയാണ് കിട്ടുക? ഇങ്ങനെയായിരിക്കും കിട്ടുക, 3n പ്ലസ് 1. ഇപ്പോൾ വേണമെങ്കിൽ നമുക്കത് ചെയ്ത് നോക്കാം. രണ്ടാമത്തെ ശ്രേണി ഏതാ? 4, 7, 10 അല്ലേ? ഡി എത്രയാ? 7 മൈനസ് 4 3. എഫ് 4. അങ്ങനെയാണെങ്കിൽ nth ടേം എന്താ? dn എത്രയാ? 3n പ്ലസ് എഫ് മൈനസ് ഡി 4 മൈനസ് 3 എത്രയാ? 1. കണ്ട? അപ്പോൾ ഇവിടെ എന്താണ്? nth ടേം എന്താ? 3n പ്ലസ് 1. അപ്പോൾ രണ്ടാമത്തെ ശ്രേണിയിലെ പദങ്ങളുടെയൊക്കെ രൂപം എങ്ങനെയായിരിക്കും? 3n പ്ലസ് 1. അപ്പോൾ ആദ്യത്തെ ശ്രേണിയിലെ പദങ്ങളുടെ വർഗത്തിൻ്റെ രൂപം ഈ ഒരു രൂപത്തിലാണ് കാണിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 4നെ മാറ്റിയിട്ട് ഇവിടെ അറ്റത്ത് ഒരു പ്ലസ് 1 കൊണ്ടിട്ടത്. കാരണം ഇവിടെ നമുക്കൊരു 1ൻ്റെ ആവശ്യമുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ നിന്ന് ഇത്രയും ഭാഗം നോക്കി കഴിഞ്ഞാൽ ഇതിൽ 3 എണ്ണത്തിലും കോമൺ ആയിട്ട് ആരുണ്ട്? 3 കോമൺ ആണ്. അപ്പോൾ ആ 3നെ പുറത്തേക്ക് എടുത്ത് കഴിഞ്ഞാൽ ബാക്കി എന്താ ഉള്ളത്? 9n² നിന്ന് 3 പുറത്തേക്ക് പോയാൽ ബാക്കി 3n². 12n നിന്ന് 3 പുറത്തേക്ക് എടുത്താൽ 4n. 3 നിന്ന് 3 പുറത്തേക്ക് എടുത്ത് കഴിഞ്ഞാൽ ബാക്കി 1 മാത്രമേ ഉള്ളൂ, പ്ലസ് 1 അല്ലേ? അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതെന്താണ്? 3n² പ്ലസ് 4n പ്ലസ് 1. 3n² പ്ലസ് 4n പ്ലസ് 1 എന്ന് പറയണേനെ നമുക്ക് ഒരു n എന്ന് എഴുതാം. ഒരു നാച്ചുറൽ നമ്പറാണ് അല്ലേ? ആണല്ല. n എന്ന് പറയുന്നത് എന്താ? നാച്ചുറൽ നമ്പറാണ്. അപ്പോൾ ഇതിൽ n ഏതൊരു നാച്ചുറൽ നമ്പർ ഇട്ട് കൊടുത്താലും ഇത് അവസാനം കൂട്ടി വരുമ്പോൾ എന്ത് കിട്ടും? ഒരു എണ്ണൽ സംഖ്യ തന്നെ കിട്ടും അല്ലേ? n 5 ഇട്ട് കൊടുത്താൽ 10 ഇട്ട് കൊടുത്താലും എന്ത് തന്നെയാണ് കിട്ടുക? അത് അവസാനത്തെ ആ തുക എന്ത് തന്നെയായിരിക്കും? അതും ഒരു നാച്ചുറൽ നമ്പർ ആയിരിക്കും. അപ്പോൾ ഇതിനെ മൊത്തത്തിൽ നമുക്ക് എന്തെന്ന് തന്നെ വിളിക്കാം? n എന്ന് തന്നെ വിളിക്കാം. അപ്പോൾ ഇതും ഏതൊരു ഫോമിൽ തന്നെയാണ് ലാസ്റ്റ് വരുന്നത്? 3 ഇൻറ്റു 3n² പ്ലസ് 4n പ്ലസ് 1നെ നമുക്ക് എന്തെന്ന് എഴുതാം? n പ്ലസ് 1. അതായത് എന്താണ്? സെക്കൻഡ് സീക്വൻസിൻ്റെ ബീജഗണിത രൂപത്തിലാണ് നമുക്ക് ഈ ആദ്യത്തെ സീക്വൻസിലെ പദങ്ങളുടെ വർഗങ്ങൾ കിട്ടിയത്. മനസ്സിലായോ? ആദ്യത്തെ ശ്രേണിയിലെ പദങ്ങളുടെ വർഗങ്ങൾ കണ്ടുപിടിച്ചപ്പോൾ അത് രണ്ടാമത്തെ ശ്രേണിയിലെ പദങ്ങളുടെ ബീജഗണിത രൂപത്തിലാണ് വരുന്നത്. അതിൻ്റെ അർത്ഥം എന്താ? ആദ്യത്തെ ശ്രേണിയിലെ പദങ്ങളുടെ വർഗങ്ങൾ രണ്ടാമത്തെ ശ്രേണിയിലെ പദങ്ങളാണ്. മനസ്സിലായല്ലോ? രണ്ടാമത്തെ ശ്രേണിയിലെ പദങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 3 കൊണ്ട് ഹരിച്ചാൽ മിച്ചം എത്ര വരുന്ന പറഞ്ഞ? 1. അതാണ് നമുക്കിവിടെ കിട്ടിയത്. അതായത് ഇത് ഏത് ശ്രേണിയിൽ വരും? ഇതിൻ്റെ വർഗങ്ങളൊക്കെ രണ്ടാമത്തെ ശ്രേണിയിൽ വരും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. സം ഓഫ് n ടേംസ്. ഒരു സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ n പദങ്ങളുടെ തുകയുടെ ബീജഗണിത രൂപമാണ് എത്ര? 2n² പ്ലസ് 3n. മനസ്സിലായോ? n പദങ്ങളുടെ തുക എന്താ? 2n² പ്ലസ് 3n ആണ്. അങ്ങനെയാണെങ്കിൽ 5 പദങ്ങളുടെ തുക കണ്ടുപിടിക്കുക. എളുപ്പമല്ല? എന്ത് ചെയ്താൽ മതി? ഈ n പകരം 5 ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ സിമ്പിൾ. ഇനി അടുത്തത് എന്താണ്? Sn എത്രയാ? 324. അതായത് n പദങ്ങളുടെ തുക 324 ആണ്. പക്ഷേ എത്ര പദങ്ങളുടെ തുകയാണെന്നുള്ളത് അറിയില്ല, അതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് ടേംസ് ആണ്, പദങ്ങളുടെ എണ്ണമാണ് കണ്ടുപിടിക്കേണ്ടത്. എത്ര പദങ്ങളുടെ തുക എടുത്താലാണ് 324 കിട്ടുക, അതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യത്തെ നമ്മൾക്ക് എന്ത് ചെയ്താൽ മതി?
എസ് എൻ എന്ന് പറയുന്നത് എന്താ 2n² പ്ലസ് 3n ആണ്. അങ്ങനെയാണെങ്കിൽ S5 എന്ന് പറഞ്ഞാൽ എന്താ, n² പകരം എന്ത് കൊടുക്കുക, 5² പ്ലസ് 3n. അപ്പോൾ 3 × 5 എത്രയാ, 25 × 2 50 പ്ലസ് 15 ഈക്വൽ ടു 65. അപ്പോൾ 5 പദങ്ങളുടെ തുക എത്ര കിട്ടി, 65 കിട്ടി. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്താ, n പദങ്ങളുടെ തുക 324. ഇവിടെ സം ഓഫ് n ടേംസിൻ്റെ ഓൾജിബ്രിക് ഫോം നമുക്ക് തന്നിട്ടുണ്ട്. എന്താ, 2n² പ്ലസ് 3n. അത് എത്രയാണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കണേ, 324. അങ്ങനെയാണെങ്കിൽ n എത്രയാണെന്ന് കണ്ടുപിടിക്കുക. എത്രയാ, അതായത് എന്താണ് n കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 2n² പ്ലസ് 3n മൈനസ് 324 ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ ഈക്വൽ ടു 0. പിന്നെ ഇവിടെ 0 അല്ലേ. അപ്പോൾ ഇതൊരു എന്താണ്, ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനാണ്, രണ്ടാം കൃതി സമവാക്യം. രണ്ടാം കൃതി സമവാക്യത്തിന് നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാം, പരിഹാരം കണ്ടുപിടിക്കാം. പൊതുവായ പരിഹാരം വെച്ചിട്ട് കാണാം. പൊതുവായ പരിഹാരം എങ്ങനെയാണ് കാണാം, ഇവിടെ n ഈക്വൽ ടു എങ്ങനെയാണ് കണ്ടുപിടിക്കുക, -b പ്ലസ് ഓർ മൈനസ് √b² മൈനസ് 4ac/2a അല്ലേ. അപ്പോൾ ഇവിടെ എക്സിന് പകരം n ആണ് വേരിയബിൾ. ബിയും എയും സിയും ഒക്കെ എന്താണെന്ന് എഴുതാം. ആദ്യം തന്നെ എ എത്രയാണ്, 2. ബി എത്രയാണ്, എന്നിൻ്റെ കോയിഫിഷ്യൻ്റ് എത്രയാണ്, 3. സി എത്രയാണ്, -324. നെഗറ്റീവ് എഴുതാൻ മറക്കരുത്. ഇപ്പോൾ ABC കിട്ടി. അപ്പോൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ്റെ ജനറൽ ഫോം എന്താ, ax² പ്ലസ് bx പ്ലസ് c ഈക്വൽ ടു 0. ഇതിൽ എക്സിന് പകരം ഇവിടെ ഏത് വേരിയബിളാണ്, n ആണ്. അപ്പോൾ ഞാൻ എഴുതിയത് an² പ്ലസ് bn പ്ലസ് c ഈക്വൽ ടു 0. ഇതിൽ നിന്ന് a എന്താണ്, n² കോയിഫിഷ്യൻ്റായ 2. ബി എന്താണ്, എന്നിൻ്റെ കോയിഫിഷ്യൻ്റ് 3. സി എന്താണ്, -324. നെഗറ്റീവ് മറക്കരുത്. നെഗറ്റീവ് എഴുതിയില്ലെങ്കിൽ ക്വസ്റ്റ്യൻ്റെ ആൻസറൊക്കെ തെറ്റിപ്പോവും. ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്, എന്നിൻ്റെ വില കാണാൻ നമുക്ക് ആദ്യം തന്നെ എന്ത് കണ്ടുപിടിക്കാം, ഡിസ്ക്രിമിനൻറ്റിൻ്റെ വാല്യൂ, അതായത് b² മൈനസ് 4ac കണ്ടുപിടിക്കാം. b² എന്താ, 9 മൈനസ് 4 ഇൻറ്റു a എത്രയുടെ, 2. സി എത്രയുടെ, -324 സമം 9. ഇവിടെ ഒരു നെഗറ്റീവും ഇവിടെ ഒരു നെഗറ്റീവും ആകുമ്പോൾ എന്താ, പ്ലസ്. ഇനി 324 ഇൻറ്റു 2 ഇൻറ്റു 4, അതായത് 324 ഇൻറ്റു 8 അല്ലേ. 4 ഇൻറ്റു 2 എത്രയാണ്, 8. n4 32 ബാക്കി 3. n2 16 3 19 ബാക്കി 1. n3 24 1 25. 2592. അപ്പോൾ ഇതെത്ര കിട്ടും, 2601. 50 ഇൻറ്റു 50 എത്രയാ, 5 ഇൻറ്റു 5 25 0 0 2500. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 2601. അപ്പോൾ ഇത് എത്രയായിരിക്കും, 51 ഇൻറ്റു 51. അപ്പോൾ എത്ര കിട്ടും, 1 5 5 25 5 0 6 എത്രയാ, 2601. അപ്പോൾ എത്രയാണ് 2601-ൻ്റെ 2601-ൻ്റെ വർഗ്ഗമൂലം എത്രയാണ്, 51. അപ്പോൾ b² മൈനസ് 4ac റൂട്ട് നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇത് ഫോർമുലയിൽ അപ്ലൈ ചെയ്യാം. എന്താ ഫോർമുല, n ഈക്വൽ ടു -b പ്ലസ് ഓർ മൈനസ് √b² മൈനസ് 4ac/2a. ഇത് ശരിക്കും പറഞ്ഞാൽ രണ്ടാംകൃതി സമവാക്യത്തിലെ ക്വസ്റ്റ്യനാണെന്നാണ് തോന്നുന്നത്. -b എത്രയാണ്, -3 പ്ലസ് ഓർ മൈനസ് √b² മൈനസ് 4ac നമ്മൾ കണ്ടുപിടിച്ചു, എത്രയാണ്, 51/2 ഇൻറ്റു a എത്രയാണ്, 2 4. ഇതെത്രയാണ്, -3 പ്ലസ് 51/4 -3 മൈനസ് 51/4. ഇനി ഇത് നോക്കിക്കഴിഞ്ഞാൽ 51 മൈനസ് 3 എത്രയാണ്, 51-ൽ നിന്ന് 3 കുറച്ചാൽ 48/4. അടുത്തത് എന്താ, -51 മൈനസ് 3 എത്രയാണ്, -54. 51 3 54, നെഗറ്റീവ് കൊടുത്തു /4. അപ്പോൾ നമ്മളിവിടെ കണ്ടുപിടിക്കുന്നത് എന്താണ്, നമ്പർ ഓഫ് ടേംസ് അല്ലേ, എത്ര പദങ്ങളുടെ തുകയാണ് 324 എന്നാണ് കണ്ടുപിടിക്കണത്. എത്ര പദങ്ങൾ, അതെന്താണ്, അതൊരു എണ്ണൽ സംഖ്യയായിട്ടേ വരൂ. പദങ്ങളുടെ എണ്ണം, എണ്ണൽ സംഖ്യ, നാച്ചുറൽ നമ്പർ.
അപ്പോൾ നെഗറ്റീവ് അതിൽ വരില്ല, പോസിറ്റീവേ വരൂ. 48/4 എത്രയാണ്? 4-ൽ 48-ൽ 4 എത്ര വട്ടം പോവും? 12. എത്ര പദങ്ങളുടെ തുകയാണത്? 12 പദങ്ങളുടെ തുക. ഇത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. പോസിറ്റീവായിട്ടുള്ള നാച്ചുറൽ നമ്പറെ മാത്രമേ എടുക്കേണ്ട ആവശ്യമുള്ളൂ. നാച്ചുറൽ നമ്പേഴ്സ് എല്ലാം പോസിറ്റീവാണ്, അപ്പോൾ അത് മാത്രമേ നോക്കേണ്ട ആവശ്യമുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ 4, 12, 20 എന്ന സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ പദം മുതൽ തുടർച്ചയായ എത്ര പദങ്ങൾ കൂട്ടിയാലും തുക പൂർണ്ണവർഗമായിരിക്കും എന്ന് തെളിയിക്കുക. ആദ്യത്തെ പദം മുതൽ തുടർച്ചയായ എത്ര പദങ്ങൾ കൂട്ടിയാലും തുക പൂർണ്ണവർഗമാകുന്ന മറ്റൊരു സമാന്തര ശ്രേണി എഴുതുക. എന്താണ് ക്വസ്റ്റ്യൻ? 4, 12, 20 ഈ ഒരു സീക്വൻസിലെ ആദ്യത്തെ പദം തുടങ്ങി, ഫസ്റ്റ് ടേം തുടങ്ങിയിട്ട് തുടർച്ചയായിട്ട് എത്ര പദങ്ങൾ കൂട്ടിയാലും, ഇപ്പോൾ 4 + 12 എത്രയാ? 16. 16 ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ലേ? പൂർണ്ണവർഗ്ഗമാണ് അല്ലേ? 16 എന്ന് പറഞ്ഞാൽ 4 × 4 16. ഇനി 4 + 12 + 20 ആദ്യത്തെ പദം മുതൽ കൂട്ടണം. അപ്പോൾ 4 + 12 കൂട്ടിയപ്പോഴും പെർഫെക്റ്റ് സ്ക്വയർ ആണ്. ഇനി അടുത്തത് നോക്കിയേ, 4 + 12 + 20 എത്രയാണ്? 16 + 20 എത്രയാണ്? 36. 36 എന്ന് പറയുന്നതും പൂർണ്ണവർഗ്ഗമാണ്. എന്താണ്? 6 × 6 36 പെർഫെക്റ്റ് സ്ക്വയർ ആണ്. ഇനി ഇതിൻ്റെ അടുത്ത നമ്പർ ഏതായിരിക്കും? 4ൻ്റെ കൂടെ 8 കൂട്ടിയിട്ടാണ് 12. 12നോട് കൂടി 8 കൂട്ടിയതാണ് 20. 20നോട് കൂടി 8 കൂട്ടിയതാണ് അടുത്തത് 28. അപ്പോൾ 36ൻ്റെ കൂടെ 28 കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? 64. അപ്പോൾ 4 + 12 + 20 + 28 എത്രയാണ്? 64. അപ്പോൾ അതും എന്ത് തന്നെയാണ്? പൂർണ്ണവർഗ്ഗമാണ്. 8 × 8 64. അപ്പോൾ ഇത് ആണെന്നുള്ളത് എങ്ങനെ തെളിയിക്കും? ഇങ്ങനെ ഇരുന്ന് പറഞ്ഞാൽ പോരാ, തെളിയിക്കണം. 4, 12, 20 ഇത് തെളിയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ ആദ്യം തന്നെ nth ടേം കണ്ടുപിടിക്കുക. അത് കഴിഞ്ഞിട്ട് സം ഓഫ് n ടേംസ് എടുക്കുക. ആദ്യ പദം തുടങ്ങി എത്ര പദങ്ങൾ കൂട്ടിയാലും, അതായത് സം ഓഫ് n ടേംസ് എടുത്താൽ അത് എന്തായിരിക്കും? അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കും അല്ലേ? സം ഓഫ് 2 ടേംസ് എടുത്താലും പെർഫെക്റ്റ് സ്ക്വയർ ആണ്. സം ഓഫ് 3 എടുത്താലും സം ഓഫ് n എടുത്താലും പെർഫെക്റ്റ് ആണ് കാണിക്കാൻ. നമ്മൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? Sn ആണ് കണ്ടുപിടിക്കേണ്ടത്, സം ഓഫ് n ടേംസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം xn കണ്ടുപിടിക്കുക. xn എങ്ങനെയാണ് കാണാം? dn + f - d. d എത്രയാ? 3 8 n + f എത്രയാ? 4 - 8 8n. 4 - 8 എത്രയാ? -4. അപ്പോൾ 8n - 4 ആണ് xn. ഇനി നമുക്ക് Sn കണ്ടുപിടിക്കാം. Sn എന്താ? n/2 × x1 + xn. n/2 × x1ന് പകരം ആദ്യ പദം 4 + xn. xn എത്രയാ? 8n - 4. അതായത് എന്താണ്? 4ഉം -4ഉം 0 ആയിട്ട് പോയി. ബാക്കി എന്താ ഉള്ളത്? 8n. ഇവിടുത്തെ ഇൻറ്റു n ഉണ്ട്. അപ്പോൾ 8n² / 2. ഈ 2ഉം 8ഉം വെട്ടിപ്പോയി. ബാക്കി എന്താ? 4n². അപ്പോൾ ആദ്യത്തെ n പദങ്ങളുടെ തുക എങ്ങനെയാണ് കിട്ടണത്? 4n². 4 എന്ന് പറയണത് എന്ത് തന്നെയാണ്? ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. 4നെ എങ്ങനെ എഴുതാം? 2². പിന്നെയുള്ളത് ഏതാ? n² വിച്ച് ഈസ് ഓൾസോ പെർഫെക്റ്റ് സ്ക്വയർ. അപ്പം 4n² എന്ന് പറയുന്നത് എന്താണ്? ഒരു പൂർണ്ണവർഗ്ഗമാണ്. ഒന്നിൻ്റെ കൂടെ ആദ്യത്തെ പൂർണ്ണവർഗ്ഗം 4 ഗുണിച്ചു. അടുത്തത് 3ൻ്റെ കൂടെയും 4 ഗുണിച്ചു. 5ൻ്റെ കൂടെയും 4 ഗുണിച്ചു. 7ൻ്റെ കൂടെയും 4 ഗുണിച്ചു. അപ്പം എന്ത് ചെയ്താൽ മതി? ഇതേപോലെ 1, 3, 5, 7 ഒറ്റ സംഖ്യകൾ എടുത്തിട്ട് ഒരു പൂർണ്ണവർഗ്ഗം കൊണ്ട് ഗുണിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ 4 ഗുണിച്ചിട്ടാണ് ഈ തന്നിരിക്കുന്ന ഈ ഒരു സീക്വൻസ് കിട്ടിയത്. അപ്പോൾ ഇവിടെ നമ്മൾ എത്ര ഗുണിക്കുക? 9 വെച്ചിട്ട് ഗുണിക്കുക. അപ്പോൾ 1 × 9. അടുത്തത് എന്താ? 3 × 9. അടുത്തത് 5 × 9. 7 × 9. നോക്കാം. 1 × 9 9. 9 × 3 27. 9 × 5 45. 9 × 7 63. ഇത് കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും നോക്കിയേ? 27 + 9 എത്രയാ? 27ഉം 9ഉം കൂട്ടിക്കഴിഞ്ഞാൽ 9ഉം 7ഉം 16. ബാക്കി 1 36.
എന്താണ്? സ്ക്വയർ അല്ലേ? പെർഫെക്റ്റ് സ്ക്വയറാണ്. ഇനി ഈ 9 + 27 36. ഇനി അതിൻ്റെ കൂടെ എന്തും കൂടി കൂട്ടാം, 45 കൂട്ടാം. അപ്പോൾ എത്ര കിട്ടും? 6 5 11, 4 3 7 1 8, 81. 81 എന്ത് തന്നെയാണ്? 9 × 9 ആണ് 81. അതും പെർഫെക്റ്റ് സ്ക്വയറാണ്. ഇനി വേണം അടുത്തത് കൂട്ടാം, 63, 3 1 4, 8 6 14, 144. 144 എങ്ങനെ എഴുതാം? 12 × 12. അതും പെർഫെക്റ്റ് സ്ക്വയറാണ്. അപ്പോൾ ഇങ്ങനെയാണ്, ഇങ്ങനത്തെ ശ്രേണി ഏത് വേണമെങ്കിലും എഴുതാം. ഇപ്പോൾ ഇവിടെ 9 കൊണ്ട് തന്നെ ഗുണിക്കണം എന്നില്ല. ഇനി 9-ന് പകരം എന്തെടുക്കാം? അടുത്ത പെർഫെക്റ്റ് സ്ക്വയർ എടുക്കാം, 16 എടുക്കാം. 3 × 16, 5 × 16 അങ്ങനെ. അപ്പോൾ ഇത് ചെയ്താൽ മതി. എന്താ ചെയ്യേണ്ടത്? ഒറ്റ സംഖ്യകൾ എടുത്തിട്ട് അതിനെ ഏതെങ്കിലും ഒരു പൂർണ്ണവർഗം കൊണ്ട് ഗുണിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, 10 16 22 എന്ന സമാന്തര ശ്രേണിയിലെ 2 പദങ്ങളുടെ വ്യത്യാസമാകാവുന്നത് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? 40 51 48 28. ഇതാണ് ശ്രേണി തന്നിരിക്കുന്നത്. ഈ ശ്രേണിയിൽ പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 2 അടുത്തടുത്ത പദങ്ങൾ അഥവാ കോമൺ ഡിഫറൻസ് എത്രയാണ്? 6ആണ്. D = 6. അപ്പോൾ ഇതിൽ ഏത് 2 പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എടുത്താലും എന്തായിരിക്കും? അത് 6ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും അല്ലേ? ഇപ്പോൾ 10ഉം 22ഉം തമ്മിലുള്ള വ്യത്യാസം എന്തായിരിക്കും? 6 + 6 അല്ലേ? 6 × 2 12 ആയിരിക്കും. ഇനി അടുത്തത് 28. അടുത്തത് എന്തായിരിക്കും? 34. അപ്പോൾ ഈ 10ഉം 34ഉം തമ്മിലുള്ള വ്യത്യാസം എന്താ? എത്ര ഡിഫറൻസ് ഉണ്ട്? 1 2 3 4. അപ്പോൾ എത്ര വ്യത്യാസം വരും? 6 × 4 അല്ലേ? അപ്പോൾ ആദ്യ പദവും ഇത് എത്രാമത്തെ പദം? 5-ാമത്തെ പദം. ആദ്യ പദം 5-ാമത്തെ പദവും തമ്മിൽ എത്ര ഡിഫറൻസ് വരും? 4 × D. അപ്പോൾ ഇവിടുത്തെ D എത്രയാ? 6. അപ്പോൾ ഈ തന്നിരിക്കണതിൽ 6ൻ്റെ ഗുണിതമായിട്ട് വരുന്ന സംഖ്യ ഏതാണെന്ന് നോക്കിയാൽ മതി. മനസ്സിലായില്ല? 6 എന്താണ്? പൊതുവ്യത്യാസമാണ്. അപ്പോൾ ഈ 6ൻ്റെ ഗുണിതം D എന്താണ്? 6. അപ്പോൾ ഏതെങ്കിലും 2 സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം എന്തായിരിക്കും? ഇതിലെ ഈ ശ്രേണിയിലെ ഏത് 2 സംഖ്യകൾ എടുത്താലും അവ തമ്മിലുള്ള വ്യത്യാസം 6ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും. അപ്പോൾ തന്നിരിക്കുന്നത് 40 51 48 28. ഇതിൽ ഏതാ 6ൻ്റെ ഗുണിതം? ഇത് 48. 8 × 6 ആണ് എത്ര? 48. അപ്പോൾ ഇതാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം xn = 4n - 3 ആണ്. ഈ ശ്രേണിയിലെ പദങ്ങളെ 4 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം എത്രയാണ്? 4n - 3. അപ്പോൾ ഈ പദങ്ങളെ 4 കൊണ്ട് ഹരിച്ചാൽ എന്താണ് റിമൈൻഡർ വരിക? അതാണ് ക്വസ്റ്റ്യൻ. മനസ്സിലായോ? അപ്പോൾ നമ്മളെങ്ങനെയാണ് ആലോചിക്കേണ്ടത്? ഇത് കാണുമ്പോൾ അറിയാം ഇതെന്താണ്? 4ൻ്റെ മൾട്ടിപ്പിളിൽ നിന്ന് 3 കുറച്ചു അല്ലേ? ഒരു 4ൻ്റെ ഗുണിതത്തിൽ നിന്ന് 3 കുറച്ചു. അതായത് എന്താ അർത്ഥം? അതിൻ്റെ തൊട്ട് മുന്നത്തെ ഗുണിതം അതിൽ നിന്ന് അത് 4ൻ്റെ ഗുണിതമാവാനായിട്ട് ഒരെണ്ണം കൂടി ആവശ്യമുണ്ട്. അത് മനസ്സിലാവണ്ടാവില്ല. അതായത് ഇപ്പോൾ 5 എടുത്തു, 5-ാം പദം x5 എടുത്താൽ 4 × 5 - 3. അതായത് എന്താ? 20 - 3 എത്രയാ? 17. എത്രയാണ് കിട്ടിയത്? 17. അപ്പോൾ 4 × 5 17 ആണ്. 4 × 4 എത്രയാണ്? 16. 16-ൽ നിന്ന് 1 കൂടുതലായിരിക്കും അല്ലേ? അതാണ് ഈ 4n - 3 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 4n - 4 ആണെങ്കിൽ എന്തായാനെ? 4ൻ്റെ ഗുണിതമായാനെ അല്ലേ? 4n - 4 എന്ന് പറഞ്ഞാൽ എന്താ? 4ൻ്റെ ഗുണിതം തന്നെയാണ്. അപ്പോൾ ഇവിടെ 4n - 3 ആയതുകൊണ്ട് ഇവിടെ എന്തായിരിക്കും? 4ൻ്റെ ഗുണിതത്തിൻ്റെ കൂടെ 1 കൂടുതലായിരിക്കും. ഇനി ഇങ്ങനെയൊന്നും ആലോചിക്കാൻ പറ്റണില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഏതെങ്കിലും ഒരു റാൻഡം നമ്പർ n ഏതെങ്കിലും ഒരു പൊസിഷനിലെ പദം കണ്ടുപിടിക്കുക. 1ഉം 2ഉം നോക്കേണ്ട, ഒരു 3 4 5 ഇതിലേതെങ്കിലും ഒരു പൊസിഷനിൽ എടുക്കാം. ഇപ്പോൾ 5 എടുത്തു, ഇനി അല്ലെങ്കിൽ 4 എടുക്കാം. അപ്പോൾ 4 × 4 16 - 3 എത്ര കിട്ടി? 13. 13നെ 4 കൊണ്ട് ഒന്ന് ഹരിച്ച് നോക്കുക. അപ്പോൾ എത്ര കിട്ടും? 3 12 1. എത്ര കിട്ടിയത്? ശിഷ്ടം 1. മനസ്സിലായ? ഇതിനത്ര സമയമൊന്നും കൊടുക്കില്ല. ഇതിങ്ങനെ ഇങ്ങോട്ട് ചെയ്താൽ മതി. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. പദങ്ങളെല്ലാം എണ്ണൽ സംഖ്യകളായ ഒരു സമാന്തര ശ്രേണിയിൽ ഒരേ ഒരു പദം മാത്രം ഒറ്റ സംഖ്യ ആകുമോ? എന്തുകൊണ്ട്?
എന്താ പറഞ്ഞിരിക്കുന്നത്? പദങ്ങളെല്ലാം എണ്ണൽ സംഖ്യ, നാച്ചുറൽ നമ്പേഴ്സാണ്. അങ്ങനെയുള്ള ഒരു അരിത്തമെറ്റിക് സീക്വൻസിൽ ഒരു ഓഡ് നമ്പർ മാത്രം വരുന്ന ഒരു സീക്വൻസ് ഉണ്ടാവുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ആ സീക്വൻസിലെ ബാക്കി എല്ലാ ടേംസും എന്താണ്? നാച്ചുറൽ നമ്പേഴ്സാണ്, ബട്ട് ഈവൻ നമ്പേഴ്സാണ്. ഒരൊറ്റ ടേം മാത്രം, ഒരു പദം മാത്രം എന്തായിരിക്കും? ഒറ്റ സംഖ്യ. അങ്ങനെ വരാനുള്ള സാധ്യത എങ്ങനെയാണ് തെളിയിക്കുക? ആദ്യം തന്നെ നമുക്കൊരു ശ്രേണി x1, x2, x3 എക്സെട്ര, ഈ ഒരു ശ്രേണിയിൽ ഒരെണ്ണം മാത്രമായിട്ട് ഓഡ് നമ്പർ വരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സാധാരണ രീതിയിൽ ഇപ്പോൾ പൊതുവ്യത്യാസം എന്താണ്? ഇത് എണ്ണൽ സംഖ്യകളായതുകൊണ്ട് പൊതുവ്യത്യാസം എന്തുതന്നെയായിരിക്കും? ഒരു എണ്ണൽ സംഖ്യ ആയിരിക്കും. എണ്ണൽ സംഖ്യ പൊതുവ്യത്യാസം ഓഡ് നമ്പർ ആവാം, ഈവൻ നമ്പർ ആവാം. പൊതുവ്യത്യാസം ഓഡ് നമ്പറാണ്. x1 എന്താണ്? ഈവൻ നമ്പർ ആണെന്നുണ്ടെങ്കിൽ ഈവൻ നമ്പർ പ്ലസ് ഓഡ് നമ്പർ എത്രയായിരിക്കും? ഓഡ് നമ്പർ ആയിരിക്കും. അപ്പോൾ ഇത് ഈവൻ, ഇത് ഓഡ്. പിന്നെ ഓഡ് നമ്പറിൻ്റെ കൂടെ ഓഡ് നമ്പർ കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഈവൻ നമ്പർ കിട്ടും. ഈവൻ നമ്പറിൻ്റെ കൂടെ ഓഡ് നമ്പർ കൂട്ടിക്കഴിഞ്ഞാൽ വീണ്ടും ഓഡ് നമ്പർ കിട്ടും. അപ്പോൾ ഒരെണ്ണമായിട്ട് വരില്ല, ഇതിങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് ഓഡ് നമ്പർ വന്നുകൊണ്ടിരിക്കും. ഇനി പൊതുവ്യത്യാസം ഈവനായിട്ട് എടുത്തു എന്ന് വെച്ചോ. പൊതുവ്യത്യാസം ഈവനാണ്, ഇതേ കണ്ടീഷൻ തന്നെയാണെന്ന് വെച്ചോ. ആദ്യ പദം ഈവനാണ്. ഈവൻ നമ്പറിൻ്റെ കൂടെ ഈവൻ നമ്പർ കൂട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും? ഈ ഒരു ശ്രേണി മൊത്തം എന്തായിരിക്കും? ഈവൻ നമ്പർ മാത്രമായിരിക്കും. ആണല്ലോ. അതായത് 2ൻ്റെ കൂടെ 4 കൂട്ടിയാൽ 6, 6ൻ്റെ കൂടെ 4 കൂട്ടിയാൽ 10, 10ൻ്റെ കൂടെ 4 കൂട്ടിയാൽ 14. ഇതെല്ലാം എന്താണ്? ഇരട്ട സംഖ്യകളാണ്. അപ്പോൾ ആദ്യ പദം ഈവൻ നമ്പറും പൊതുവ്യത്യാസവും ഈവൻ നമ്പറായ ആ ശ്രേണി മൊത്തം എന്തായി? ഈവൻ നമ്പറായി. അതിൽ ഓഡ് നമ്പർ ഒരെണ്ണം പോലും ഇല്ല. ഇനി ഇവിടെ പൊതുവ്യത്യാസം പൊതുവ്യത്യാസം ഈവൻ നമ്പറും ആദ്യ പദം ഓഡ് നമ്പറും ആണെങ്കിലോ, അങ്ങനെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്തായിരിക്കും? ഓഡ് നമ്പർ പ്ലസ് ഈവൻ നമ്പർ എന്തായിരിക്കും? ഓഡ് നമ്പർ. ഓഡ് നമ്പർ പ്ലസ് ഈവൻ നമ്പർ എന്തുതന്നെയായിരിക്കും? ഓഡ് നമ്പർ. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? മൊത്തം ഓഡ് നമ്പേഴ്സ് ആയിരിക്കും. ഒന്നില്ലെങ്കിൽ എല്ലാം എന്തായിരിക്കും? ഈവൻ നമ്പേഴ്സ് വരും. അല്ലെങ്കിൽ എല്ലാം എങ്ങനെയായിരിക്കും? ഓഡ് നമ്പേഴ്സ് വരും. അല്ലെങ്കിൽ എല്ലാം എങ്ങനെയായിരിക്കും? ഈവൻ നമ്പർ, ഓഡ് നമ്പർ, ഈവൻ നമ്പർ, ഓഡ് നമ്പർ. ഇങ്ങനെ വരാനായിട്ടുള്ള സാധ്യത ഇല്ല. മനസ്സിലായോ? ഒരെണ്ണം മാത്രമായിട്ട് ഓഡ് നമ്പർ വരാനുള്ള സാധ്യത ഇല്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഒരു സമാന്തര ശ്രേണിയുടെ 5ാം പദം 10ഉം 11ാം പദം 30ഉം ആണ്. ഈ ശ്രേണിയുടെ 23ാം പദം എന്താണ്? ഈ ശ്രേണിയുടെ ആദ്യത്തെ 27 പദങ്ങളുടെ തുക കണക്കാക്കുക. എന്താ തന്നിരിക്കണത്? 5ാം പദം 10, 11ാം പദം 30. കണ്ടുപിടിക്കേണ്ടത് 23ാമത്തെ പദം. ഇതിലെ സ്ഥാനങ്ങളൊന്നും നോക്കിയിട്ട് അങ്ങനെ ഒരു ചേർച്ച തോന്നണില്ല അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം തന്നെ പൊതുവ്യത്യാസം കണ്ടുപിടിക്കാം. പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്താ? x11 മൈനസ് x5 ഡിവൈഡഡ് ബൈ സ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 11 മൈനസ് 5. 11ാം പദം എത്രയാണ്? 30 മൈനസ് 5ാം പദം എത്രയാണ്? 10 ബൈ 11 മൈനസ് 5 എത്ര? 6. 30 മൈനസ് 10 എത്രയാണ്? 20. 20 ബൈ 6 എത്രയാണ്? 10 ബൈ 3. പൊതുവ്യത്യാസം എത്ര കിട്ടി? 10 ബൈ 3 കിട്ടി. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കുക? 23ാമത്തെ പദം കണ്ടുപിടിക്കാം. 23ാമത്തെ പദം ഏതിൽ നിന്ന് കണ്ടുപിടിക്കാം? നമുക്ക് 11ാം പദത്തിൽ നിന്ന് കണ്ടുപിടിക്കാം. 11ാം പദത്തിൻ്റെ കൂടെ എത്ര കൂട്ടണം? 23 കിട്ടാനായിട്ട് 23 മൈനസ് 11 എത്രയാണ്? 12 ഡി കൂട്ടാം. അപ്പോൾ 11ാം പദം എത്രയാണ്? 30 പ്ലസ് 12 ഇൻറ്റു ഡി എത്രയാണ്? 10 ബൈ 3. 12ൽ 3 എത്ര വട്ടം? 4 വട്ടം. 30 പ്ലസ് 4 ഇൻറ്റു 10 എത്രയാണ്? 40. 30 പ്ലസ് 40 എത്ര? 70. അപ്പോൾ 23ാമത്തെ പദം എത്ര കിട്ടി? 70 കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ആദ്യത്തെ 27 പദങ്ങളുടെ തുകയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പദങ്ങളുടെ എണ്ണം എത്രയാണ്? 27. 27 എന്താണ്? ഓഡ് നമ്പറാണ്. അപ്പോൾ എങ്ങനെയാണ് തുക കണ്ടുപിടിക്കുക? പദങ്ങളുടെ എണ്ണം 27 ഇൻറ്റു മധ്യപദം. മധ്യപദം എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നടുക്കുള്ള പദം ഏതാണെന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം? 27 ഒറ്റ സംഖ്യ ആണെങ്കിൽ എന്ത് ചെയ്യുക? 1 കൂട്ടിയിട്ട് അതിൻ്റെ പകുതി കാണാം. 28 ബൈ 2. 28 ബൈ 2 എത്രയാണ്? 14. അപ്പോൾ 14ാം പദം 27 ഇൻറ്റു 14ാം പദം ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 27 പദങ്ങളുടെ തുക കിട്ടും. അപ്പോൾ 14ാം പദം കണ്ടുപിടിക്കണം. 14ാം പദം കണ്ടുപിടിക്കുക എളുപ്പമല്ലേ? 11ാം പദത്തിൽ നിന്ന് എന്ത് ചെയ്താൽ മതി? 14ാം പദം കണ്ടുപിടിക്കാൻ x11 പ്ലസ് 14 മൈനസ് 11 എത്രയാണ്? 3d
അപ്പോൾ എക്സ് 11 എത്രയാ 30 പ്ലസ് 3 ഇൻറ്റു ഡി എത്രയാ 10/3 വെട്ടിപ്പോയി, ബാക്കി എത്രയാ 30 + 10 40. അപ്പോൾ 14 പദം എത്ര കിട്ടി 40 കിട്ടി. അപ്പോൾ നമുക്ക് S27 27 പദങ്ങളുടെ തുക കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, പദങ്ങളുടെ എണ്ണം 27 ഇൻറ്റു മധ്യപദം 14 പദം എത്രയാ 40. 27 ഇൻറ്റു 40 ചെയ്തേ, 27 ഇൻറ്റു 4 7 4 28 108. അപ്പോൾ 27 ഇൻറ്റു 40 എത്രയായിരിക്കും 1080. മനസ്സിലായല്ലോ? ഇനി അതല്ലെങ്കിൽ നമുക്ക് ഫോർമുല വെച്ചിട്ടും ചെയ്യാം, ഇതായിരിക്കും എളുപ്പം. ഒറ്റ സംഖ്യ വന്നു കഴിഞ്ഞാൽ അധികവും ഇങ്ങനെ എടുക്കുന്നതായിരിക്കും നല്ലത്, കാരണം ഒരൊറ്റ പദം കണ്ടുപിടിച്ചാൽ മതി. പിന്നെ എന്ത് ചെയ്യാം, പദങ്ങളുടെ എണ്ണം കൊണ്ട് ഗുണിക്കുക. ആ മധ്യപദം എടുക്കണത് കറക്റ്റായിട്ട് എടുക്കണം. എന്ത് ചെയ്യുക, ഒറ്റ സംഖ്യ ആണെങ്കിൽ ആ സംഖ്യേനെ ഒന്ന് കൂട്ടുക, സംഖ്യയിൽ നിന്ന് ഒന്ന് കൂട്ടുക, എന്നിട്ട് അതിനെ 2 കൊണ്ട് ഹരിക്കുക, അതിൻ്റെ പകുതി എടുക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു സമാന്തര ശ്രേണിയുടെ 7-ാം പദത്തിൻ്റെയും 15-ാം പദത്തിൻ്റെയും തുക 50 ആണ്. ശ്രേണിയുടെ 11-ാം പദം എന്താണ്? ഇത്തരം ഒരു ശ്രേണിയുടെ പൊതുവ്യത്യാസം 3 ആണെങ്കിൽ 13-ാം പദം എന്താണ്? ആദ്യത്തെ 25 പദങ്ങളുടെ തുക കണക്കാക്കുക. എന്താ തന്നിരിക്കണത്, 7-ാം പദത്തിൻ്റെയും 15-ാം പദത്തിൻ്റെയും തുക 50 ആണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇത് സ്ഥാനങ്ങളുടെ ഇത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ 15ഉം 7ഉം ഒന്ന് കൂട്ടി വയ്ക്കുക, എന്താണ് 22. അപ്പോൾ 22. ഇനി ശ്രേണിയുടെ 11-ാം പദം എന്താണ്? അപ്പോൾ ഈ 11-ാം പദം ആയിരിക്കും എന്ത്, 7നും 15നും മധ്യമായിട്ട് വരുന്ന പദം. ഇതിൽ നിന്ന് തുല്യ അകലത്തിലുള്ള പദം ഏതാണ്, 11-ാം പദം. 7ഉം 15ഉം എത്രയാ 22. 22/2 എത്ര 11. അപ്പോൾ ആ 11-ാം പദത്തിൽ നിന്ന് 4 സ്ഥാനം മാറിയാൽ എന്ത് കിട്ടി, 15 കിട്ടി. 11-ാം പദത്തിൽ നിന്ന് 4 സ്ഥാനം ഇങ്ങോട്ട് മാറിയാൽ 7-ാം പദവും കിട്ടി. അപ്പോൾ ഇത് രണ്ടും ആഡ് ചെയ്തിട്ട് അതിൻ്റെ പകുതിയായിരിക്കും എന്ത്, 11-ാം പദം അല്ലേ? അതാണ് കോൺസെപ്റ്റ്. അപ്പോൾ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ, 11-ാം പദം. 11-ാം പദം എന്താ 50/2. ഈ 7ൻ്റെയും 15ൻ്റെയും 7-ാം പദത്തിൻ്റെയും 15-ാം പദത്തിൻ്റെയും തുകയുടെ പകുതി, അതായത് എത്രയാ 25. 11-ാം പദം കിട്ടി. ഇനി ഇത്തരം ഒരു ശ്രേണിയുടെ പൊതുവ്യത്യാസം 3 ആണെങ്കിൽ 13-ാം പദം എന്ത്? പൊതുവ്യത്യാസം തന്നിട്ടുണ്ട് 3. അപ്പോൾ നമുക്കിവിടെ 11-ാം പദം അറിയാലോ 25. അപ്പോൾ 13-ാം പദം എങ്ങനെയാണ് കണ്ടുപിടിക്കുക, എക്സ് 13 എങ്ങനെ എടുക്കുക, എക്സ് 11 പ്ലസ് 2d. എക്സ് 11-ാം പദം എത്രയാണ് 25 പ്ലസ് 2 ഇൻറ്റു 3 എത്രയാണ് 6. 25 പ്ലസ് 6 31. ഇനി അടുത്തത് എന്താ, അപ്പോൾ ഇത് രണ്ടൊക്കെ എളുപ്പമല്ലേ, ഇത് ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇങ്ങനെ തുകയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഈ സ്ഥാനങ്ങളൊന്ന് ആഡ് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ പകുതിയാണോ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് നോക്കുക, മിക്കവാറും ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്താൽ മതി, ഇത് ജസ്റ്റ് എന്ത് ചെയ്യുക, ഇതിൻ്റെ പകുതി കാണാം. ഇനി അതല്ലെങ്കിൽ ചിലപ്പോൾ ക്വസ്റ്റ്യൻ എന്തായിരിക്കും, ഇപ്പോൾ ഇവിടെ 7ഉം 15ഉം അപ്പോൾ എത്ര 22. ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരിക്കും ചോദിക്കുക, 10-ാം പദത്തിൻ്റെയും 12-ാം പദത്തിൻ്റെയും തുക എത്രയാണ്? അല്ലെങ്കിൽ എന്ത് ചോദിക്കാം, 5-ാം പദത്തിൻ്റെയും 17-ാം പദത്തിൻ്റെയും തുക എത്ര? അപ്പോൾ ഈ സ്ഥാനങ്ങളെല്ലാം കൂട്ടിയാൽ എന്ത് തന്നെയാണ് കിട്ടുക, 22 തന്നെയാണ് കിട്ടുക. അപ്പോൾ തുക എത്ര തന്നെയായിരിക്കും, 50 തന്നെ ആയിരിക്കും. അങ്ങനെയും ക്വസ്റ്റ്യൻ നമ്മളിപ്പോൾ കണ്ടതാണ്. അപ്പോൾ ഇനി അടുത്തത് എന്താണ്, പൊതുവ്യത്യാസം 3 ആണെങ്കിൽ 13-ാം പദം എത്ര 13. 11-ാം പദം നമ്മൾ കണ്ടുപിടിച്ചു, അതിൻ്റെ കൂടെ ഒരു 2d ആഡ് ചെയ്താൽ മതി. അപ്പോൾ എത്ര കിട്ടി 31. 13-ാം പദം കിട്ടി. ഇനി അടുത്തത് ആദ്യത്തെ 25 പദങ്ങളുടെ തുക കണക്കാക്കുക. അടുത്തത് എന്താ, ആദ്യത്തെ 25 പദം അല്ലേ. അപ്പോൾ 25 എന്താണ്, ഒറ്റ സംഖ്യയാണ്. അപ്പോൾ 25ൻ്റെ മധ്യപദം എന്താ, 25 പ്ലസ് 1/2 26/2, അതായത് 13. ആ 13-ാം പദം ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ആദ്യത്തെ 25 പദം, അപ്പോൾ പദങ്ങളുടെ എണ്ണം എത്രയാ 25. അപ്പോൾ പദങ്ങളുടെ എണ്ണം ഇൻറ്റു മധ്യപദം എത്രയാ 13-ാം പദം എത്ര 31 ആയിരിക്കും എന്ത്, ആദ്യത്തെ 25 പദങ്ങളുടെ തുക. എളുപ്പമായില്ലേ, ഇതൊന്നും വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷേ ഇത് അറിയണം, ഈ കോൺസെപ്റ്റ് മനസ്സിലായല്ലോ. അപ്പോൾ ആദ്യം എന്താ ചോദിച്ചത്, ഈ 2 പദങ്ങളുടെ തുക ഇതാണ്. അപ്പോൾ ഇതിൻ്റെ എന്താ തുല്യ അകലത്തിലിരിക്കണം ഈ പദത്തിൻ്റെ തുക എന്താ, ഇതിൻ്റെ പകുതിയായിരിക്കും. ഇനി ഇതിൽ നിന്ന് പൊതുവ്യത്യാസം തന്നു, ഇതിൻ്റെ 2 സ്ഥാനം നീങ്ങിയിട്ടുള്ള 13-ാം പദം
കണ്ടുപിടിക്കാൻ പറഞ്ഞു. അപ്പോൾ 13 തന്നെ ചോദിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ മനസ്സിലാവും. എന്താ ക്വസ്റ്റ്യനിൽ 25 പദങ്ങളുടെ തുക, 25 ഒറ്റ സംഖ്യ. അപ്പോൾ അവിടെ നമ്മൾ എന്താ എടുക്കണ്ടേ? പദങ്ങളുടെ എണ്ണം ഇൻറ്റു മധ്യപദം. 25ൻ്റെ മധ്യത്തിൽ വരുന്ന പദം ഏതാ? 13ാമത്തെ പദം. അതെങ്ങനെയാണ് കിട്ടിയത്? 25ൻ്റെ കൂടെ 1 കൂട്ടിയിട്ട് അതിൻ്റെ പകുതി എടുക്കുക. 26ൻ്റെ പകുതി 13. അപ്പോൾ 13ാം പദം ഇവിടെ നമ്മളതാണ് കണ്ടുവച്ചത്. നമുക്ക് എന്ത് ചെയ്താൽ മതി? 25 ഇൻറ്റു 31 ചെയ്യുക. 5 7 7 എത്ര കിട്ടി? 775. അപ്പോൾ ആദ്യത്തെ 25 പദങ്ങളുടെ തുക 700. ക്വസ്റ്റ്യൻ നോക്കിയാൽ 1 + 2 + 3 എക്സിട്ര + 20 കണക്കാക്കുക. 3 + 6 + 9 എക്സിട്ര + 60 കണക്കാക്കുക. ബീജഗണിത രൂപം 3n + 2 ആയ സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 20 പദങ്ങളുടെ തുക കണക്കാക്കുക. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ? ആദ്യത്തെ 20 എണ്ണൽ സംഖ്യകളുടെ തുക അല്ലേ? സം ഓഫ് 20 നാച്ചുറൽ നമ്പേഴ്സ്. എന്താണ് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സം കണ്ടുപിടിക്കാനുള്ള ഫോർമുല? n × n + 1/2. ഇവിടെ എന്നിന് പകരം എന്താണ്? 20. അപ്പോൾ 20 × 21/2 10. ബാക്കി എത്ര കിട്ടി? 210. അപ്പോൾ ആദ്യത്തെ 20 എണ്ണൽ സംഖ്യകളുടെ തുക എത്രയാണ്? 210. അടുത്തത് എന്താ? 3 + 6 + 9 + എക്സിട്ര + 60 എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ 1ൻ്റെ കൂടെ 3, 2ൻ്റെ കൂടെ 3, 3ൻ്റെ കൂടെ 3 ഗുണിച്ചു, 20ൻ്റെ കൂടെ 3 ഗുണിച്ചു അല്ലേ? അപ്പോൾ ഇവിടെ നിന്ന് തന്നെ നമുക്ക് എന്ത് കിട്ടും? ഇത് വെച്ചിട്ടാണ് ഇതിൻ്റെ കണക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ മൊത്തത്തിൽ എല്ലാത്തിലും എന്ത് കോമൺ ആണ്? 3 കോമൺ ആണ്. അപ്പോൾ അത് പുറത്തേക്ക് എടുത്തു. 3ൽ നിന്ന് 3 പുറത്തെടുത്താൽ ബാക്കി എന്താ? 1. 6ൽ നിന്ന് 3 പുറത്തേക്ക് എടുത്താൽ ബാക്കി എന്താ? 2. 9ൽ നിന്ന് 3 പുറത്തേക്ക് എടുത്താൽ ബാക്കി 3. ഇങ്ങനെ 60ൽ നിന്ന് 3 പുറത്തേക്ക് എടുത്താൽ ബാക്കി 20. അപ്പോൾ 3 × 1 + 2 + 3 + എക്സിട്ര + 20 അതാണ് ഇവിടെ കണ്ടുപിടിച്ച 210. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? 3 × 210 എത്രയാണ്? 3 630 കിട്ടിയാ? അപ്പോൾ അത് ഇങ്ങനെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ബീജഗണിത രൂപം 3n + 2 ആയ സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 20 പദങ്ങളുടെ തുക എത്ര? അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? 3 6 9 എക്സിട്ര + 60 എത്രയാണ് കിട്ടിയത്? 630 കിട്ടി. അപ്പോൾ 3n + 2. അപ്പോൾ ഈ ഒരു ശ്രേണി നോക്കിയേ, 3 6 9 ഇത് എന്ത് ശ്രേണിയാണ്? 60 വരെ. 3n എന്ന ശ്രേണിയല്ലേ? 3ൻ്റെ ആദ്യ പദം 3 × 1 3, രണ്ടാം പദം 3 × 2 6, മൂന്നാം പദം 3 × 3 9 ആണല്ലോ. ഇങ്ങനത്തെ എത്ര പദങ്ങൾ ഇതിലുണ്ട്? 20 പദങ്ങളുണ്ട് അല്ലേ? 20 പദങ്ങൾ. ഇതേ 1 തുടങ്ങി 20 വരെയുള്ള പദങ്ങളിൽ ഓരോന്നിനെയും 3 കൊണ്ട് ഗുണിച്ചാലുള്ള ശ്രേണിയാണ് ഈ ഒരു ശ്രേണി. അപ്പോൾ ഇതിലെ നമ്പർ എത്രയാണ്? 20 ആണ്. ഇനി കണ്ടുപിടിക്കേണ്ടത് ഏത് ശ്രേണിയുടെ ഇതാണ്? 3n + 2. അതായത് എന്താണ്? ഈ പദങ്ങളുണ്ട്, അതിൻ്റെ കൂടെ ഇതിൻ്റെ കൂടെ എന്ത് കൂടാണ്? ഓരോന്നിലും 2 വീതം കൂടാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ തുക എത്ര കിട്ടി? 630. ഇനി ഇതിൻ്റെ കൂടെ എത്രയും കൂടി കൂട്ടിയാൽ മതി. ഈ 2കൾ കൂടിയിട്ടുണ്ടല്ലോ. എത്ര 2 കൂടിയിരിക്കണേ? 20 2കൾ അല്ലേ? അപ്പോൾ എത്രയാണ്? 630 + 20 × 2 40 670 കിട്ടിയോ? ആദ്യം തന്നെ നമുക്ക് 20 എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാൻ പറഞ്ഞു. അത് നമ്മൾ ഫോർമുല വെച്ച് കണ്ടുപിടിച്ചു, 210. അടുത്തൊരു ശ്രേണി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം. 1 × 3 2 × 3 3 × 3 20 × 3 ഇങ്ങനെയാണ് ശ്രേണി വരുന്നത്. അതായത് 3 × ഇതന്നെ ഈ 1 + 2 + 3. അപ്പോൾ 3 × 210 എത്രയാ? 630. ഇനി അടുത്ത ശ്രേണി എന്താണ്? 3n + 2. അപ്പോൾ ഈ തന്നിരിക്കുന്ന ശ്രേണിയുടെ ബീജഗണിത രൂപമാണ് എന്ത്? 3n എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ എത്ര കൂടുതൽ വരാണ്? ഓരോ പദത്തിലും 2 കൂടാണ് അല്ലേ? ഈ 3n + 2 എഴുതി എന്ത് കിട്ടും? 3 + 2 5. അടുത്തത് എന്താ? 6 2 8 9 2 11 ഇങ്ങനെ പോയി 62. ഇതായിരിക്കും ശ്രേണി. അപ്പോൾ ഈ ശ്രേണിയുടെ ഈ 3 + 6 + 9 നമുക്കറിയാം 630. പിന്നെ ഈ ശ്രേണിയിൽ എത്രയാണ് കൂടുതലുള്ളത്? 2 വീതം
കൂടുതലാണ്. എത്ര പദങ്ങളുണ്ട് ഇതിൽ? 20 പദങ്ങളുണ്ട്. അപ്പോൾ 20 × 2 230 കൂടെ ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 670. ഇനി ഇങ്ങനെയൊന്നും ആലോചിക്കാൻ വയ്യ എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ചില കുട്ടികൾക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാവില്ല. അപ്പോൾ എന്ത് ചെയ്താൽ മതി? 3n+2 ആണ് എന്ത്? xn ആണല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? x1 കണ്ടുപിടിക്കാം. എന്നിന് 1 കൊടുത്താൽ പോരെ. അപ്പോൾ 3+2 എത്ര? 5 കിട്ടി. ഇനി നമുക്കറിയാം ആദ്യത്തെ 20 പദങ്ങളുടെ തുക. അപ്പോൾ n എത്രയാ? 20. അങ്ങനെയാണെങ്കിൽ 20 പദങ്ങളുടെ തുക എങ്ങനെയാണ് കണ്ടുപിടിക്കുക? n/2 × x1 + xn. ഇതല്ല, ഇനി നിങ്ങൾ വേറെ ഫോർമുല പഠിച്ചെന്നുണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്യുക. n/2 എന്താ? 20/2 × x1 എന്താ? 5 പ്ലസ് xn എന്താ? xn എന്ന് വെച്ചാൽ എന്താ? x 20, xn 20-ാം പദം. അതെത്രയാ? 3n+2 3 × 20 + 2 എത്രയാ? 62. അപ്പോൾ ലാസ്റ്റത്തെ പദം 62, ആദ്യ പദം 5. അപ്പോൾ എത്രയാ? ഇവിടെ 10. 62 + 5 67 × 10 670. ഇങ്ങനെ നേരിട്ട് ഇങ്ങനെ ചെയ്താലും മതി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഒരു സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ n പദങ്ങളുടെ തുക 3n² + n ആണ്. ഈ ശ്രേണിയിലെ ആദ്യത്തെ പദവും ആദ്യത്തെ 2 പദങ്ങളുടെ തുകയും കണക്കാക്കുക. സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം എഴുതുക. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് എന്താ? സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപമല്ല, പദത്തിൻ്റെ ബീജഗണിത രൂപമല്ല തന്നിരിക്കുന്നത്. എന്താ? പദങ്ങളുടെ തുകയുടെ ബീജഗണിത രൂപം. അതായത് Sn = എന്താ? 3n² + n ആണ് തന്നിരിക്കുന്നത്. ഇനി കണ്ടുപിടിക്കേണ്ടത് എന്താ? ഫസ്റ്റത്തെ പദവും സെക്കൻഡ് പദമല്ല, 2 പദങ്ങളുടെ തുകയാണ് കണ്ടുപിടിക്കേണ്ടത്. x1 s2 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം x1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? s1 തന്നെയാണ്. x1 = s1. ഞാൻ കോൺസെപ്റ്റിൻ്റെ ഇതിൽ വിശദമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത് എന്തുകൊണ്ടാണ്? ആദ്യ പദത്തിൻ്റെ തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതിൽ ആദ്യ പദം മാത്രമേ ഉള്ളൂ. ഒരൊറ്റ പദം ഉള്ളൂ എന്നുണ്ടെങ്കിൽ അതിൻ്റെ തുക എന്ന് പറഞ്ഞാൽ അത് എന്താർത്ഥം? ആദ്യ പദം തന്നെ. അപ്പോൾ എന്നിന് ഇവിടെ 1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആദ്യ പദം കിട്ടും. അപ്പോൾ ഇവിടെ 1 കൊടുക്കാം. 3 × 1² + 1 എത്രയാ? 4 അല്ലേ? 3 × 1² എത്രയാ? 3 + 1 4. ആദ്യ പദം കിട്ടും. രണ്ടാമത്തെ പദം കിട്ടേണ്ട ആവശ്യമില്ല. എന്താ? നമുക്ക് ആദ്യത്തെ 2 പദങ്ങളുടെ തുക കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്താ? s2 കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഇവിടെ 2-ന് എന്ത് കൊടുത്താൽ മതി? 2 എന്ന് കൊടുത്താൽ മതി. അപ്പോൾ 3 × 2² + 2, അതായത് 4 × 3 12 + 2 എത്ര? 14. അപ്പോൾ ആദ്യത്തെ 2 പദങ്ങളുടെ തുക 14, ആദ്യ പദം 4, രണ്ടാം പദം എത്രയായിരിക്കും? 10. അത് ചോദിച്ചിട്ടില്ല. ഇനി അടുത്തത് ഈ സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം എഴുതുക. അപ്പോൾ നമുക്ക് ശരിക്കും രണ്ടാം പദം കണ്ടുപിടിക്കണം. കാരണം നമുക്ക് എന്ത് വേണം? പൊതുവ്യത്യാസം വേണം. എന്നാലാണ് ബീജഗണിത രൂപം എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കിവിടെ കിട്ടിയത് എന്തൊക്കെയാണ്? ആദ്യ പദം 4, 2 പദങ്ങളുടെ തുക സം ഓഫ് 2 ടേംസ് എത്രയാ? 14. അതായത് x1 + x2 ആണ് എത്ര? 14. അതിൽ x1 എത്രയാ? 4 ആണ്. അപ്പോൾ x2 എത്രയായിരിക്കും? 14 - 4 എത്രയാ? 10. അപ്പോൾ x2 10 കിട്ടി, x1 4 കിട്ടി. അപ്പോൾ നമുക്ക് d കണ്ടുപിടിച്ചൂടെ? പൊതുവ്യത്യാസം എന്താ? x2 - x1, അതായത് 10 - 4 = 6. പൊതുവ്യത്യാസം കിട്ടി, ആദ്യ പദവും കിട്ടി. ഇനി എന്ത് എഴുതാം? ഓൾജിബ്രിക് ഫോം എഴുതാമല്ലോ. അപ്പോൾ ഈ സീക്വൻസിൻ്റെ ഓൾജിബ്രിക് ഫോം അല്ലെങ്കിൽ nth ടേം എങ്ങനെ എഴുതാം? xn = dn + f - d. d എത്രയാ? 6, n + f എത്രയാ? ആദ്യ പദം 4 - d 6, അതായത് 6n - 2. മനസ്സിലായല്ലോ? അപ്പോൾ ആദ്യ പദം കണ്ടുപിടിച്ചു, 2 പദങ്ങളുടെ തുക കണ്ടുപിടിച്ചു, പിന്നെ നമ്മൾ രണ്ടാം പദം കണ്ടുപിടിക്കേണ്ടി വന്നു. കാരണം നമുക്ക് എന്തെഴുതണം? ബീജഗണിത രൂപം എഴുതാനായിട്ട് പൊതുവ്യത്യാസം അറിഞ്ഞിരിക്കണം. അപ്പോൾ പൊതുവ്യത്യാസം എത്ര കിട്ടി? 6 കിട്ടി. അത് വെച്ചിട്ട് ബീജഗണിത രൂപം എഴുതി. അടുത്തത് ഈ റിവിഷനിലെ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ 7, 11, 15 എന്ന സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം എഴുതുക. ഒരു എണ്ണൽ സംഖ്യയുടെ വർഗവും ഈ ശ്രേണിയിലെ പദമാവില്ല എന്ന് തെളിയുന്നു. 15 ഇതിൻ്റെ ബീജഗണിത രൂപം എഴുതാം. ബീജഗണിത രൂപം എഴുതാൻ ആദ്യം നമുക്ക് എന്ത് വേണം? d വേണം. d എന്താ? 11 - 7 = 4. ഇനി f എത്രയാ? 7. അപ്പോൾ ബീജഗണിത രൂപം xn =
ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി. ഇത് നിങ്ങൾ വേറെ എന്തെങ്കിലും പഠിച്ചതെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്താലും മതി. ഇനി ഡി എൻ 4n പ്ലസ് എഫ് മൈനസ് ഡി. എഫ് എത്രയാ? 7 മൈനസ് 4, 4n പ്ലസ് 3. അപ്പം നമുക്കിവിടെ എന്താണ് കിട്ടിയ ബീജഗണിത രൂപം? 4n പ്ലസ് 3. അതായത് ഈ ശ്രേണിയിലെ എല്ലാ പദങ്ങളും എങ്ങനെയായിരിക്കും? 4n പ്ലസ് 3 എന്ന ഫോമിലായിരിക്കും അല്ലേ? അപ്പോൾ ഇതിൽ ഒരു എണ്ണൽ സംഖ്യയുടെ വർഗവും പെടില്ല. ഈ ശ്രേണിയിലെ നമ്പേഴ്സ് എല്ലാം എഴുതിയിട്ടുണ്ടെങ്കിൽ ഈ ശ്രേണിയിൽ എന്ത് പെടില്ല? എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗങ്ങൾ ഏതൊക്കെയാണ്? 2 × 2 4, 3 × 3 9, 4 × 4 16, 5 × 5 25, 6 × 6 36, 49, അങ്ങനെ. ഈ പറഞ്ഞ ഈ വർഗ്ഗങ്ങളൊന്നും ഈ ഒരു ശ്രേണിയിൽ വരില്ല എന്നാണ് തെളിയിക്കേണ്ടത്. അതെങ്ങനെയാണ് തെളിയിക്കുക? xn 4n പ്ലസ് 3 അറിയാം. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ വർഗ്ഗങ്ങളിനെ നമുക്ക് എങ്ങനെ എഴുതാം? 4നെ എങ്ങനെ എഴുതാം? 4n അല്ലേ? 4 × 1 അതാണ് 4. 9നെ എങ്ങനെ എഴുതാം? 4 × 2 പ്ലസ് 1, അതായത് ഏത് ഫോമാണ്? 4n പ്ലസ് 1 എന്ന ഫോമിൽ. ഇനി 16നെ എങ്ങനെ എഴുതാം? 4 × 4, ഇതേത് ഫോമിലാണ്? 4n എന്ന ഫോമിൽ. ഇനി 25നെ എങ്ങനെ എഴുതാം? 4 × 6 പ്ലസ് 1, 6 4 24 പ്ലസ് 1, അപ്പോൾ ഇതേത് ഫോം തന്നെയാണ്? 4n പ്ലസ് 1 എന്ന ഫോം. 36 എടുത്താൽ എങ്ങനെ എഴുതാം? 4 × 9, ഇതേത് ഫോമാണ്? 4n എന്ന ഫോം. ഇനി 49 എടുത്തു കഴിഞ്ഞാൽ 4 × 12 പ്ലസ് 1 എന്താ? 4n പ്ലസ് 1 എന്ന ഫോം. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കി? പൂർണ്ണവർഗ്ഗങ്ങൾ അഥവാ പെർഫെക്റ്റ് സ്ക്വയേഴ്സൊക്കെ ഏത് ഫോമിലായിരിക്കും? 4n അല്ലെങ്കിൽ 4n പ്ലസ് 1. ഈ രണ്ട് ഫോമിലാണ് എന്ത് പൂർണ്ണവർഗ്ഗങ്ങളൊക്കെ വരിക. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഇതെന്താ? ഓൾജിബ്രക് ഫോം എന്താ? 4n പ്ലസ് 3. 4n പ്ലസ് 3 ഒരിക്കലും എന്താവില്ല? ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആവില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ശ്രേണിയിൽ എന്ത് വരില്ല? പൂർണ്ണവർഗ്ഗങ്ങൾ വരില്ല.